നമസ്കാരം. പാർലമെന്റ് സെഷൻ നടക്കുമ്പോൾ അപ്രതീക്ഷിതമായി പ്രധാനമന്ത്രിയുടെ ആഫീസിൽ നിന്ന് ക്ഷണം കിട്ടുന്നു NK പ്രേമചന്ദ്രന്. അവിടെ ചെല്ലുമ്പോൾ പ്രധാനമന്ത്രിക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള അവസരവും അതിലുള്ള ആനന്ദവും അഭിമാനവും മറച്ചുവെക്കുന്നില്ല കൊല്ലത്തെ UDF MP NK പ്രേമചന്ദ്രൻ. ഒരു പ്രധാനമന്ത്രി തന്നെ വിളിച്ചാൽ താൻ പോകുന്നതാണ് മര്യാദ എന്ന വാചകം പറയുന്നു. മറുപടിയായി വിശദീകരണമായി NK പ്രേമചന്ദ്രൻ. തെരഞ്ഞെടുപ്പ് കാലത്ത് നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ കളികളെക്കുറിച്ച് താങ്കൾക്ക് ബോധ്യമില്ല എന്ന് ചോദിക്കുന്നു പ്രതിപക്ഷം. സത്യത്തിൽ ഈ ചടങ്ങിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ, ക്ഷണിക്കപ്പെട്ടതിൻ്റെ പേരിൽ BJP ആശയക്കാരൻ എന്ന് NK പ്രേമചന്ദ്രനെ ചാപ്പ കുത്തേണ്ടതുണ്ടോ? ഇന്ത്യ സഖ്യത്തിൽ നിന്ന് മറ്റാരെയും വിളിക്കാതെ NK പ്രേമചന്ദ്രനടക്കം ചില ആളുകളെ വിളിച്ച് ഭക്ഷണം കൊടുത്ത നരേന്ദ്രമോദിയുടെ ഉള്ളിലുള്ള രാഷ്ട്രീയ പദ്ധതി എന്താണ്? പ്രതിപക്ഷത്തെ വലിയ ആശയക്കുഴപ്പത്തിലേക്ക് തള്ളിയിടുക എന്ന തന്ത്രം ഈ ദിവസങ്ങളിൽ BJP പയറ്റുന്നത് നാം കാണുന്നുണ്ട്. ആ തരത്തിൽ പ്രതിപക്ഷ ചേരിയിൽ അസ്വാരസ്യവും ആശയക്കുഴപ്പവും കലഹവും ഉണ്ടാക്കാനുള്ള തന്ത്രമായിരുന്നു ഇത്. അങ്ങനെയെങ്കിൽ ജയിച്ചത് മോദിയാണോ? ആ കെണിയിൽ തലവെച്ചു കൊടുത്തത് NK പ്രേമചന്ദ്രനാണോ? മുഖ്യമന്ത്രി വിളിച്ചാലും ചായ കുടിക്കാൻ ഞങ്ങൾ പോകുമെന്ന് പറയുന്നു K മുരളീധരൻ. മോദി വിളിച്ചാലും പോകുന്നതിൽ തെറ്റില്ല, ആശയത്തിനെതിരാണ് എന്നുറപ്പാക്കിയാൽ മതിയെന്നാണ്. അപ്പോൾ പിന്നെ വിമർശനത്തിൻ്റെ കാരണം എന്താണ്? ഈ വിഷയം സംസാരിക്കുന്നു നമ്മൾ സ്പെഷ്യൽ എഡിഷനിൽ. ഇന്ന് രാത്രി അഡ്വക്കേറ്റ് അനിൽകുമാർ CPIM നേതാവ്, ഷമ മുഹമ്മദ് കോൺഗ്രസിൽ നിന്ന്, അഡ്വക്കേറ്റ് P കൃഷ്ണദാസ് BJP നേതാവ് എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ കൃഷ്ണദാസ്, ഇന്ത്യ സഖ്യത്തിൽ നിന്ന് മറ്റാരെയും വിളിക്കാതെ കൊല്ലത്തെ MP NK പ്രേമചന്ദ്രനെ മാത്രം വിളിച്ച് ക്യാൻറ്റീനിൽ കൊണ്ടുപോയി ഊണ് കൊടുത്തതിൻ്റെ ഉദ്ദേശം എന്താണ്? അതിൽ നിഷാദെ പ്രത്യേകിച്ചൊരു രാഷ്ട്രീയമൊന്നും അതിൽ കാണേണ്ടതില്ല. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പാർലമെൻറ്റിനകത്ത് വളരെ ദീർഘകാലം അദ്ദേഹത്തോടൊപ്പം ഇരുന്ന MP-മാരിൽ ചില MP-മാരോടൊപ്പം അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ ക്യാൻറ്റീനിൽ ഒത്തുകൂടുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് അതിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയം കാണേണ്ട സാഹചര്യം നിലവിൽ BJPയെ സംബന്ധിച്ചില്ല. പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ഇഷ്ടമോ താല്പര്യമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ മറ്റ് MP-മാരോട് തോന്നുന്നത് പോലെ തന്നെ സാധാരണക്കാരൻ എന്നുള്ള നിലക്ക്, അതല്ലെങ്കിൽ ഒരു MP എന്നുള്ള നിലക്ക്, പ്രധാനമന്ത്രിയും ഒരു MP ആണല്ലോ, MP എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് താല്പര്യമുള്ള ആളുകളോട് ഒപ്പം ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതിൽ പ്രത്യേകിച്ചൊരു രാഷ്ട്രീയവും അതിൽ കാണേണ്ടതില്ല. പിന്നെ അതിൽ രാഷ്ട്രീയം കാണുന്നവർക്ക് രാഷ്ട്രീയം കാണാം, അതിലും തെറ്റ് കാണേണ്ടതില്ല. സാധാരണ നിലക്ക് പ്രധാനമന്ത്രി അങ്ങനെ ക്യാൻറ്റീനിൽ വന്ന് മറ്റ് MP-മാരോടൊപ്പം ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നൊരു റൊട്ടീൻ പ്രോസസ്സല്ല. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം അതിന് തയ്യാറായി MP-മാരോടൊപ്പം ഇരുന്ന് ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അല്ല, പ്രധാനമന്ത്രി അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ചില MP-മാരെ വിളിച്ച് ക്യാൻറ്റീനിൽ പോയി ഒരുമിച്ച് ഭക്ഷണം കഴിച്ചതിലെ പിഴവെന്താണെന്നാണ്? അങ്ങനെ പിഴവൊന്നുമില്ല, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആളുകളെ വിളിച്ച് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യ സഖ്യത്തിനകത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയുടെയും മറ്റാരുമില്ല ഈ പറയുന്ന BJPക്കൊപ്പം നിൽക്കുന്നതോ BJPയുടെ അനുഭവമുള്ളതോ ആയിട്ടുള്ള പാർട്ടികളുടെ ആളുകളെയാണ് പിന്നെ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ക്രൈറ്റീരിയ എന്താണ്? ഏറ്റവും മികച്ച പാർലമെന്ററിമാരെ വിളിക്കാനാണെങ്കിൽ വേറെയും ഒരുപാട് ആളുകളുണ്ട്, അവരെ ആരെയും ക്ഷണിച്ചിട്ടില്ല. ഈ NK പ്രേമചന്ദ്രനെ ക്ഷണിക്കുകയാണ്. അദ്ദേഹം മാത്രമേ ഉള്ളൂ ആ ചേരിയിൽ നിന്ന്, മറ്റാരും ക്ഷണിക്കപ്പെട്ടിട്ടില്ല. അതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്തായിരിക്കും? അതോ പ്രേമചന്ദ്രനും പ്രധാനമന്ത്രിയും തമ്മിൽ ആ നിലയ്ക്കുള്ള വ്യക്തിബന്ധം മറ്റാർക്കും ഇല്ലാത്ത വിധമുണ്ടോ? നിഷാദ്, അത് സംബന്ധിച്ച് ശ്രീ പ്രേമചന്ദ്രൻ എനിക്ക് തോന്നുന്നു അദ്ദേഹം മാധ്യമങ്ങളോട് കൃത്യമായ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് BJP എന്തെങ്കിലും പറയണം ഈ കാര്യത്തിൽ എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് അഭിപ്രായമില്ല. അതൊരു ഭാഗത്ത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അതിപ്പോൾ ആരെയാണെങ്കിലും, പാർലമെന്റിനകത്ത് ആരെയാണെങ്കിലും അദ്ദേഹം ഉച്ചഭക്ഷണത്തിന് ക്ഷണിക്കുകയോ അല്ലെങ്കിൽ കാണണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്യുമ്പോൾ കാണുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ സാമാന്യ മര്യാദയുടെ ഭാഗമാണ്. പിന്നെ അദ്ദേഹം സീതാറാം യെച്ചൂരി അടക്കമുള്ള എത്രയോ നേതാക്കന്മാരെ കണ്ടിരിക്കുന്നു, പല ഘട്ടങ്ങളിലായി എത്രയോ ചർച്ചകൾ നടന്നിരിക്കുന്നു, എത്ര പ്രതിപക്ഷ കക്ഷി എത്രയോ നേതാക്കന്മാരുമായി അദ്ദേഹം ചർച്ചകൾ നടത്തിയിരിക്കുന്നു. എല്ലാവരുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. ഇത് പക്ഷേ ഒരു സവിശേഷ സന്ദർഭമാണ്. PM ഓഫീസിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു എന്ന് പറയുക, അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാമെന്ന് പറയുക, അത് പിന്നെ ഒരു വീഡിയോ ഫോട്ടോഗ്രാഫ് ആവുക, അതാ നിലയ്ക്ക് ചർച്ചയാവുക എന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു പർപ്പസ് ആലോചിക്കുന്നുണ്ടാവില്ല. അല്ലാതെ സാധാരണ നിലയ്ക്ക് താങ്കൾ പറഞ്ഞ റുട്ടീൻ പ്രോസസ് അല്ല അവിടെ പോയി ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അപ്പോൾ അവിടെ പോയി ഭക്ഷണം കഴിക്കാം, നമുക്കൊരു സീൻ ക്രിയേറ്റ് ചെയ്യാം എന്നാലോചിക്കുന്നതിന് നിശ്ചയമായും ചില ലക്ഷ്യങ്ങളുണ്ടാവും.
ആ ലക്ഷ്യത്തിൽ എങ്ങനെ പ്രേമേന്ദ്രൻ കടന്നുകൂടി ഇതാണ് ചോദിക്കുന്നത്. അല്ല, പ്രേമചന്ദ്രൻ തീർച്ചയായും കേരളത്തിൽ നിന്നുള്ള പ്രമുഖനായിട്ടുള്ള ഒരു പാർലമെന്റേറിയനാണ്. മാത്രമല്ല അദ്ദേഹം വളരെ പരിചയസമ്പന്നനായിട്ടുള്ള പാർലമെന്റിൽ ഏറ്റവും ഒരു നമുക്കൊരു മാതൃകയാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രതിപക്ഷത്ത് നിന്നുള്ള പാർലമെന്റേറിയനാണ് ശ്രീ പ്രേമചന്ദ്രൻ. അദ്ദേഹത്തിന്റെ അവതരണങ്ങളാണെങ്കിലും അദ്ദേഹം പാർലമെന്റിൽ എടുക്കുന്ന നിലപാടുകളാണെങ്കിലും അദ്ദേഹം പലപ്പോഴും എടുത്തിട്ടുള്ള നിലപാടുകളുമൊക്കെ കേരളത്തിലെ മറ്റ് എം പിമാരിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം വളരെ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കുകയും പാർലമെന്റിൽ ഒരു മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്ന പാർലമെന്റേറിയനാണ്. ഞാനൊരു സന്ദർഭം ഈ കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, CPM രാജ്യസഭാ MP ആയിരുന്ന ശ്രീ പി രാജീവിനെ കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ പാർലമെന്റിൽ. അപ്പോൾ അദ്ദേഹത്തിന് പാർലമെന്റിൽ പി രാജീവിനെ കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞതിനെ സംബന്ധിച്ച് പി രാജീവ് BJP-യിലേക്ക് വരികയാണ് എന്ന് ആ കാലഘട്ടത്തിൽ ആരെങ്കിലും ചർച്ച ചെയ്തു? ഇല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു സാഹചര്യം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ BJP എന്നുള്ള രാഷ്ട്രീയ പാർട്ടി ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ആ പാർട്ടിയിലേക്ക് ഏതൊരാൾക്ക് BJP-യുടെ ആശയങ്ങളും ആദർശങ്ങളും അംഗീകരിക്കുന്ന ഏതൊരാൾക്കും ഏത് സമയത്തും വരാനുള്ള സ്വാതന്ത്ര്യം ആ വ്യക്തിക്കുണ്ട്, അല്ലെങ്കിൽ ആ രാഷ്ട്രീയ നേതാവിനുണ്ട്. അതിനർത്ഥം ഏതെങ്കിലും ഒരാളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംവിധാനവുമായി ബന്ധപ്പെട്ടോ ഒരു കണക്ക് കൂട്ടിയുള്ള ഒരു പ്രോസസ്സ് അതിൽ നടന്നു എന്ന് വിശ്വസിക്കാൻ സ്വാഭാവികമായി ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾക്ക് യാതൊരു പ്രസക്തിയും അതിനകത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ശ്രീ രാജീവിൻ്റെ കാര്യം സൂചിപ്പിച്ചത്. പാർലമെന്റിൽ പ്രധാനമന്ത്രി രാജീവിനെയും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെയും അദ്ദേഹത്തിന്റെ ഇടപെടലുകളെയും എല്ലാം നേരത്തെയും പ്രകീർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടൊന്നും അല്ലെങ്കിൽ പി രാജീവ് അദ്ദേഹത്തിന്റെ ടൈം പൂർത്തിയാക്കുമ്പോൾ എല്ലാവരുള്ള കമന്റ്സിൽ അദ്ദേഹം പറഞ്ഞു എന്നതിനെ ഇതുമായിട്ട് താരതമ്യപ്പെടുത്താവുന്ന എനിക്കറിയില്ല. ഞാനൊന്ന് പറയാം. അഡ്വക്കേറ്റ് അനിൽകുമാർ, പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് താങ്കളെ ക്ഷണിക്കുന്നു എന്നൊരു വാം വെൽക്കം ഉണ്ടാകുമ്പോൾ പോകണ്ടേ? അവിടെ ചെല്ലുമ്പോൾ വരൂ നമുക്ക് ക്യാൻറ്റീനിൽ ഇരുന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞാൽ പോയി ഇരുന്ന് കഴിക്കല്ലേ അതിൻ്റെ മര്യാദ? അതിലേക്ക് രാഷ്ട്രീയം കൊണ്ടുവരുന്നത് എന്തിനാണ്? അദ്ദേഹത്തെ കണ്ട ശേഷം ബഹുമാനപ്പെട്ട MP എന്താ പറഞ്ഞത്? തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷങ്ങളായിരുന്നു അത്. നരേന്ദ്രമോദിയായിട്ട് ദീർഘമായിട്ട് വർത്തമാനം പറയാൻ പറ്റി. നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയെ പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള മാധ്യമങ്ങളുടെ പ്രതികരണം നമ്മുടെ മുമ്പിലില്ലേ? അപ്പോൾ നരേന്ദ്രമോദിയുടെ മുന്നിൽ ഇദ്ദേഹം സാഷ്ടാംഗം പ്രണമിച്ചു പോയോ? ഇന്ത്യ രാജ്യത്ത് ആർക്കാ നരേന്ദ്രമോദി അറിയാത്തത്? പിന്നെ ബഹുമാനപ്പെട്ട കോൺഗ്രസ് BJP-യുടെ പ്രതിനിധി പറയുന്നത് പാർലമെൻ്ററി മര്യാദയെക്കുറിച്ചാണ്. 140 MP-മാരെ പുറത്താക്കിയിട്ട് 18 ബില്ലുകൾ കഴിഞ്ഞ പാർലമെൻറ്റിൽ പാസ്സാക്കിയവരാണ് പാർലമെൻ്ററി മര്യാദയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഈ പാർലമെൻറ്റിൽ ഇതേവരെ ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടായിട്ടില്ല. ഈ മോദി വന്നിട്ട് 5 കൊല്ലത്തിനിടയ്ക്കിപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കറില്ല. പ്രതിപക്ഷ പാർട്ടികളുടെ ഗ്രൂപ്പിൻ്റെ തലവന് ഒരു പ്രതിപക്ഷ നേതൃപദവി കൊടുക്കുന്ന പരിപാടിയില്ല. നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരെ പാർലമെൻ്ററി കമ്മിറ്റികളിൽ നിന്ന് പുറത്താക്കുന്നു. പാർലമെൻ്റ് കമ്മിറ്റികൾ തന്നെ ഡിഫൻഡാണ്. ഒരു നിയമം വന്നു കഴിഞ്ഞാൽ പാർലമെൻ്ററിയുടെ സബ്ജക്റ്റ് കമ്മിറ്റികളിലേക്ക് നിയമം വിടുന്നില്ല. അങ്ങനെ ഇന്ത്യ രാജ്യ ചരിത്രത്തിൽ പാർലമെൻറ്റിനെ നോക്കുകുത്തിയാക്കിയ ഒരാൾ ഇനി മന്ത്രി കസേരയിലെ പ്രധാനമന്ത്രി കസേരയിൽ അദ്ദേഹത്തിന് 2 മാസം മാത്രമേ തികച്ചിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി പദത്തിൻ്റെ അവസാന നാളുകളിൽ എന്നാൽ സന്തോഷമായിട്ട് പിരിയാമെന്ന് കരുതിയിട്ട് യാദൃശ്ചികമായിട്ട് അവിടെ വന്നപ്പോൾ അവിടെ ഉള്ള 5-6 പേരെ വിളിച്ചു കൂട്ടിയിട്ട് നമുക്കൊന്നിരിക്കാം എന്ന് പറയുന്നത് എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. പക്ഷേ വീട്ടിൽ പോയ പ്രേമേന്ദ്രനെ തിരിച്ചു വിളിച്ചുകൊണ്ട് ഒന്ന് ഊണ് കൊടുക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ എന്തോ ഒരു കാര്യമുണ്ട്. അപ്പോൾ അതിൽ കെണിയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കണ്ടേ? ഈ ആൾ എന്ന് പറയുന്ന ആൾ നമ്മുടെ സമൂഹത്തിനകത്ത് വർഗീയ കലാപങ്ങൾ നടന്ന മണിപ്പൂരിൽ പോകാത്ത ഒരാളാണ്. ഇദ്ദേഹത്തോടൊപ്പം ഭക്ഷണം കഴിച്ചല്ലോ. ഇദ്ദേഹം മണിപ്പൂരിൽ പോയിട്ടില്ല. ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. 4 പേര് കൊല്ലപ്പെട്ടിരിക്കുന്നു വർഗീയ കലാപത്തിൽ. ബാബർ മസ്ജിദ് പോലെ മസ്ജിദുകൾ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നൊരു ഇന്ത്യയിൽ നരേന്ദ്രമോദിയുടെ ചോറുണ്ടെന്ന് മാത്രമല്ല കൂടെ ഇരുന്നിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് മര്യാദയാണ്. പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരോട് സംസാരിക്കുമ്പോൾ ഇദ്ദേഹത്തെ വിളിക്കട്ടെ, ഇദ്ദേഹം RSPയുടെ നേതാവാണ്. സ്വാഭാവികമായും എല്ലാ പാർട്ടി നേതാക്കന്മാരെയും വിളിക്കുന്നൊരു പരിപാടിയിൽ അദ്ദേഹത്തെ വിളിച്ചോട്ടെ. പക്ഷേ ഒരു ഭാഗത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ അപമാനിക്കുക, ആക്രമിക്കുകയും ചെയ്യുക, മറുഭാഗത്ത് ആ കൂടെ നിൽക്കുന്നെന്ന് പറയുന്ന പ്രേമേന്ദ്രനെ മാത്രം വിളിച്ച് സൽക്കരിക്കുക. അതിൽ സൽക്കരിക്കപ്പെട്ട വേറെ ആരൊക്കെയാണ്? അതുകൂടെ നോക്കി. ഒന്ന് ബിജു ജനതാദൾ, വേറൊരാൾ BSP. അവിടെ ആ തിരഞ്ഞെടുക്കപ്പെട്ട MP-മാരിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കുതന്ത്രം കുടിയിരിപ്പുണ്ട്. ആ കുതന്ത്രത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് നരേന്ദ്രമോദി ഉറങ്ങുന്നില്ല ഇപ്പോൾ. കാരണം എന്താണെന്നറിയോ?
നരേന്ദ്രമോദിക്കറിയാം സുരക്ഷിതമല്ല എന്ന്. നരേന്ദ്രമോദി സുരക്ഷിതമല്ലാത്ത കൊണ്ടാണ് നിതീഷ് കുമാറിൻ്റെ പുറകെ പോയത്. അവിടെ ഇപ്പോൾ അതിനേക്കാൾ അപകടമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് നിതീഷ് കുമാറിനെ കിട്ടിയിട്ടും കാര്യമായ പ്രയോജനം ബീഹാറിൽ ഇല്ലാത്ത വിധമാണ് അവിടുത്തെ കാര്യങ്ങൾ നിൽക്കുന്നത്. നരേന്ദ്രമോദി ഒറ്റ പാർട്ടി എം പിമാരുടെ പുറകെ നടക്കുകയാണ്. കാരണം എന്താണ്? ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ബി ജെ പിക്ക് മുന്നോട്ട് പോകാനാവാത്ത വിധം അവരവിടെ മാക്സിമം നിൽക്കുകയാണ്. അങ്ങനെ മാക്സിമം നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഇനി മുന്നോട്ട് പോയാൽ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളൊരു യാഥാർത്ഥ്യമാണ്. ശരി, അല്ല, ഓക്കെ. ഈ കാര്യത്തിൽ ശ്രീ അനിൽകുമാർ, പ്രധാനമന്ത്രി വിളിച്ചു, ഇത്രയും എം പിമാരുണ്ടായിട്ട് അവരെ ഒന്നും വിളിക്കാതെ എന്നെ വിളിച്ചല്ലോ പ്രധാനമന്ത്രി, എന്നിട്ട് ഒരുമിച്ചിരുന്നല്ലോ, വളരെ ഒരു ചെറിയ ഗ്രൂപ്പിൽ താൻ പരിഗണിക്കപ്പെട്ടല്ലോ എന്ന സന്തോഷം ഒരു മനുഷ്യനുണ്ടാവുക സ്വാഭാവികമാണ്. അതിനപ്പുറം പോയിട്ട് ഈ കൊല്ലത്തെ എം പി സംഘപരിവാരത്തിലേക്ക് അങ്ങോട്ട് അലിഞ്ഞു എന്ന് പറയുമ്പോൾ കുറച്ച് കടന്നു പോകുന്നുണ്ടോ? അല്ല, അവിടെ പ്രേമേന്ദ്രനെ കുറിച്ച് ഞങ്ങളുടെ അനുഭവം എന്താണ്, അല്ല കേരളത്തിൻ്റെ അനുഭവം എന്താണ്? ഇതേ എൻ കെ പ്രേമേന്ദ്രൻ നിർമ്മല സീതാരാമനെ ഒരു മാസം മുമ്പ് കൊല്ലത്ത് വെച്ചൊന്ന് പുകഴ്ത്തി. എന്തായിരുന്നു പുകഴ്ത്തൽ? ഏതോ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ നിർമ്മല സീതാരാമൻ അടുത്ത പ്രധാനമന്ത്രിയാകട്ടെ. ഏത് തെരഞ്ഞെടുപ്പിൻ്റെ കാഹളം മുഴങ്ങി. പാർലമെൻറ്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു 143 എം പിമാർ. 143 എം പിമാരെ സസ്പെൻഡ് ചെയ്ത ശേഷം ഒരു ധനകാര്യമന്ത്രി വരുമ്പോൾ ധനകാര്യമന്ത്രിയെ ഒരു ചടങ്ങിൽ വെച്ച് അടുത്ത പ്രധാനമന്ത്രിയാകട്ടെ എന്ന് ആശംസിക്കുന്നതിൻ്റെ പാർലമെൻ്ററി മര്യാദ പ്രേമേന്ദ്രൻ മനസ്സിലാക്കൊണ്ടാൽ മതി. അത് മലയാളിക്ക് ദഹിക്കൂല. മാത്രമല്ല, ഈ എൻ കെ പ്രേമേന്ദ്രൻ തന്നെ ഇന്നത്തെ കേന്ദ്രമന്ത്രിസഭയിലെ ചില മന്ത്രിസഭാംഗങ്ങളുമായി ചേർന്ന് കൂട്ടുചോദ്യങ്ങൾ ചോദിക്കുക, അനാവശ്യ ചോദ്യങ്ങൾ ചോദിച്ച് കേരളത്തിനെതിരെ വേണ്ടാത്ത ഉത്തരം വാങ്ങുക. ഒരു ചോദ്യം ഞാൻ പറയാം. ഇപ്പോൾ കഴിഞ്ഞതിന് മുമ്പിലത്തെ കൊല്ലത്തെ ലോകസഭാ സമ്മേളനം, കഴിഞ്ഞ കൊല്ലത്തെ നമുക്ക് GST നഷ്ടപരിഹാര വകയിൽ കിട്ടാനുണ്ടായിരുന്ന കാശിൻ്റെ കണക്ക് ഒക്ടോബർ മാസത്തിൽ കേരളം ചോദിച്ചു. നവംബർ മാസത്തിൽ ലോകസഭാ സമ്മേളനം നടക്കുന്നു. അപ്പോൾ ഒക്ടോബറിൽ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടാനുള്ള പൈസ കുറേ ഇടയ്ക്ക് കിട്ടിക്കഴിയുമ്പോൾ കണക്കിൽ മാറ്റം വരികയല്ലേ? നവംബർ മാസത്തിൽ ലോകസഭാ സമ്മേളനം 23-ന് 24-ന് ഉത്തരം പറയുമ്പോഴത്തേക്കും ആ കണക്ക് മാറിയിട്ട് വേറൊരു ഉത്തരം കിട്ടുന്നു. ഉടനെ പ്രേമേന്ദ്രൻ ആ കടലാസം പൊക്കി പിടിച്ചിട്ട് ബാലഗോപാലിൻ്റെ കണക്ക് കള്ളാണ്, നിർമ്മല സീതാരാമൻ്റെ കണക്ക് വിശുദ്ധമാണ്. കേരളത്തിൻ്റെ കേസ് എന്താണെന്ന് പ്രേമേന്ദ്രൻ അവിടെ പോയി പറയില്ല. ഈ കേരളത്തിൽ ധനകാര്യ ഫെഡറലിസം തകർക്കുന്ന വിധം ഇന്ത്യയിൽ എന്താണ് BJP ചെയ്യുന്നതെന്ന് പ്രേമേന്ദ്രൻ പാർലമെൻറ്റിൽ പറഞ്ഞോ? ഇവിടെ BJPയുടെ പ്രകൃതി വാഴ്ത്തിയല്ലോ, നല്ല പാർലമെൻറ്റേറിയനാണ്. നല്ല പാർലമെൻറ്റേറിയനാണ്. BJPയെ സൈദ്ധാന്തികമായി ചോദ്യം ചെയ്യണം. അതുപോലെ തന്നെ BJPയെ ഭരണഘടനാപരമായി ചോദ്യം ചെയ്യണം. നിങ്ങൾ ഫിസ്ക്കൽ ഫെഡറലിസത്തിനെതിരെ എന്ത് ദ്രോഹം BJP ചെയ്യുന്നുവെന്ന് എൻ കെ പ്രേമേന്ദ്രൻ പാർലമെൻറ്റിൽ പറഞ്ഞൊരു ഡിബേറ്റ് കാണിച്ചതാണ്. ഞാൻ ഈ ചർച്ച വെല്ലുവിളിക്കാം. അവിടെ പോയിട്ട് BJPയുടെ മന്ത്രിമാർക്ക് കേരളത്തിനെതിരെ മറുപടി കിട്ടത്തക്ക വിധം ചോദ്യങ്ങൾ, സജസ്റ്റീവ് ചോദ്യങ്ങൾ ചോദിച്ച് മറുപടി വാങ്ങിച്ചെടുത്തിട്ട് അതുപയോഗിച്ച് കേരളത്തിൽ LDFനെതിരായിട്ട് രാഷ്ട്രീയം കളിക്കാൻ വേണ്ടിയുള്ള BJPയുടെ കയ്യിലെ കളിപ്പാവയായിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. നമ്മൾ കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനത്തിൽ പ്രധാനമന്ത്രിയെ നേരിട്ട് പോയി വിളിക്കുന്നതൊക്കെ കണ്ടു. അതൊക്കെ പിന്നെ ഒരു MP എന്ന നിലയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമെന്ന് വിചാരിച്ചു, നമ്മളത് സഹിച്ചേക്കാം. പക്ഷേ ഇദ്ദേഹം ആ ഉച്ചപക്ഷത്തിന് ശേഷം പ്രധാനമന്ത്രിയെ പ്രശംസിച്ചോ? 10 കൊല്ലക്കാലം പ്രധാനമന്ത്രിയായിരുന്ന ഒരാളെ ആ പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ പടിയിറങ്ങുന്നതിൻ്റെ തലേ ദിവസം വിളിച്ച് പ്രശംസിക്കുക ഒരു പ്രതിപക്ഷ MP. എന്നിട്ടോ ഞാൻ എത്രയോ ഉദാഹരണമാണെന്നുള്ളത് ഈ രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ, ജനാധിപത്യ വ്യവസ്ഥയുടെ മുന്നിൽ ഒരു കള്ള സർട്ടിഫിക്കറ്റ് നടപ്പാക്കാൻ, ഒരു കള്ള വ്യാജ ഡിഗ്രി നേടിയ പോലെ, മോദി വ്യാജ ഡിഗ്രി നേടിയ പോലെ ഒരു വ്യാജ ഡിഗ്രി നേടാനായി വന്നത്. അതിനുണ്ടാക്കിയ കള്ളക്കമ്മട്ടത്തിൽ ഒരാളായിപ്പോയി പ്രേമേന്ദ്രൻ എന്നുള്ളതാണ്. അതോടുകൂടി പ്രേമേന്ദ്രൻ്റെ കള്ളക്കമ്മട്ടവും ഈ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ബോധ്യമായി. ഇതെല്ലാമാണ് ആളുകൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അത് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കലാണ് ഇന്ന് ഈ സംഭവത്തിലൂടെ നടന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ ബഹുമാനപ്പെട്ട പ്രേമേന്ദ്രൻ ചെയ്യേണ്ടിയിരുന്നത് പ്രധാനമന്ത്രിയെ കണ്ട ശേഷം ഞാൻ പ്രധാനമന്ത്രിയെ കണ്ട ശേഷം അദ്ദേഹം പ്രധാനമന്ത്രിയെ പുകഴ്ത്തുന്നു. താങ്കൾ പറഞ്ഞതുപോലെ കോൺഗ്രസ്സുകാരെ ഒരു വശത്ത് ആക്ഷേപിക്കുന്നു, മറുവശത്ത് ചില ആളുകളെ പിക്ക് ചെയ്ത് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുന്നു, അത് ഫോട്ടോ ആക്കുന്നു. കോൺഗ്രസ്സുകാർക്ക് ഒരു വേദനയില്ല ഈ കാര്യത്തിൽ, സമ്പൂർണ്ണമായ ഒരു പിന്തുണയ്ക്കാണ്. ഇനിയും വിളിച്ചാലും പൊക്കോട്ടെ എന്ന നിലയ്ക്ക്. ഇവിടെ തിരിച്ചറിയേണ്ട കാര്യം എന്താണ്? കോൺഗ്രസ് നമ്മുടെ രാജ്യത്ത് ഇല്ലാതായെന്നാണ് പറയുന്നത്. കോൺഗ്രസ് ഇല്ലാതായെന്ന് പറയുക മാത്രമല്ല, തലേ ദിവസം കോൺഗ്രസിനെ ആക്രമിക്കുന്നു, പിറ്റേ ദിവസം ആക്രമിക്കുന്നു. കോൺഗ്രസ് മുക്ത ഭാരതം. ഏത് പാർലമെൻ്ററി മര്യാദയെക്കുറിച്ചാണ് എൻ കെ പ്രേമേന്ദ്രൻ പറയുന്നത്? BJP ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വന്നിട്ട് പാർലമെൻ്ററി മര്യാദയുണ്ടോ? എന്തെങ്കിലും ഒരു പാർലമെൻ്ററി മര്യാദ ഈ കാലഘട്ടത്തിലുടനീളം പുലർത്തിയിട്ടുള്ളവരാണോ?
നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാള്, ആ പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാൾ ഇപ്പോൾ ഉണ്ടോ? മുമ്പ് പഴയ പാർലമെൻറ്റിൽ സെൻട്രൽ ഹാളുണ്ട്. ആ സെൻട്രൽ ഹാളിൽ പ്രധാനമന്ത്രിമാരും മന്ത്രിമാരും കൂടിക്കാഴ്ച നടത്തും. പ്രതിപക്ഷ പാർട്ടികളും ഭരണപക്ഷവും തമ്മിൽ ഫ്ലോർ മാനേജ്മെൻറ്റ് അവിടെ വെച്ചാൽ തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങൾക്കിത് ചെയ്യാം. അദാനിക്ക് വേണ്ടി 15 ദിവസം ഇന്ത്യൻ പാർലമെൻറ്റ് അടച്ചുപൂട്ടിയ ആളല്ലേ നരേന്ദ്രമോദി? അദാനിക്ക് വേണ്ടി 15 ദിവസം പാർലമെൻറ്റ് അടച്ചുപൂട്ടിയിട്ട് ഒരു പാർലമെൻറ്റ് സമ്മേളനം തന്നെ കുപ്പത്തൊട്ടിയിലാക്കിയിട്ട് പോയ ഒരു നരേന്ദ്രമോദിയുടെ ആ പാർലമെൻ്ററി ഉദാരതയെക്കുറിച്ച് പ്രസംഗിക്കുന്ന ഒരു പ്രേമേന്ദ്രനെ ഈ കേരളത്തിന് കാണേണ്ടി വന്നല്ലോ, സഹിക്കേണ്ടി വന്നല്ലോ എന്നോർത്ത് മലയാളികൾ ലജ്ജിക്കുകയാണ്, കേരളീയർ ലജ്ജിക്കുകയാണ്. എന്നിട്ട് പ്രേമേന്ദ്രൻ്റെ പാടവത്തെക്കുറിച്ച് കോൺഗ്രസ്സുകാർ ഇന്ന് വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തിൻ്റെ പാടവം? മനസ്സിലാക്കേണ്ടത് BJPക്കാർക്ക് കേരളത്തിൽ ഒരു പാർലമെൻറ്റ് അംഗത്തെ കിട്ടിയില്ല. ആ കുറവ് പ്രേമേന്ദ്രൻ നികത്തിയിട്ടുണ്ട്. കേരളത്തിനെതിരായിട്ട് ഞാൻ തെളിവ് സഹിതം തെളിയിക്കാം. എൻ്റെ ചോദ്യം, പ്രേമേന്ദ്രൻ്റെ ഡിബേറ്റുകളെടുത്ത് നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. പ്രേമേന്ദ്രനെ ഇരുത്തി ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൽ BJP പൊളിക്കുന്ന പ്രേമേന്ദ്രൻ്റെ ഡിബേറ്റുകൾ കാണിച്ചു തരിക. പ്രേമേന്ദ്രൻ്റെ മുഴുവൻ ഡിബേറ്റുകൾ എന്ന് പറയുന്നത് കേരളത്തിനെതിരായിട്ട് BJPക്ക് സഹായകരമാണെന്ന് ഐ വിൽ പ്രൂവ്. അത്ര ധൈര്യത്തോടെ പറയേണ്ടത്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി, ഞാൻ ചോദിക്കുന്നു, ഉണ്ണാൻ വീട്ടിൽ പോയ ആളെ വീട്ടിൽ നിന്നുണ്ടാ പോരെ? അദ്ദേഹത്തെ കാർ അയച്ച് വിളിപ്പിക്കുന്നു, PMOയിൽ പോകുന്നു. എന്താ പ്രത്യേകത ഇദ്ദേഹത്തിന് മാത്രമായിട്ടുള്ളത്? ആ പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞാൽ നാളെ ഒരു കാർ അയച്ചാൽ ഓടിക്കൂടും, ഓടിയെത്തും. ആർക്കും റാഞ്ചപ്പെടാൻ തക്കവണ്ണം നിൽക്കുന്ന ഒരാളാണ് താങ്കൾ എന്ന് സ്വയം തെളിയിച്ചിരിക്കുന്നു മിസ്റ്റർ പ്രേമേന്ദ്രൻ. കോൺഗ്രസിന്റെ പ്രതി ഷമാ മുഹമ്മദ്, ശ്രീമതി ഷമാ മുഹമ്മദ്, നോക്കൂ, ഒരു വശത്ത് കോൺഗ്രസിന്റെ അംഗങ്ങളെ, കോൺഗ്രസിനെ ആകെ തന്നെ ആക്ഷേപിക്കുക, പ്രതിപക്ഷ സഖ്യത്തെ എന്താ പറയുന്നത്, ആക്ഷേപ സ്വഭാവമുള്ള പേര് കൊണ്ട് കളിയാക്കുക, എന്നിട്ട് ഇന്ത്യ സഖ്യത്തിൽ നിന്ന് ഒരു പാർട്ടിയെയും അതിൻ്റെ MP മാത്രം പിക്ക് ചെയ്യുക, അപ്പുറത്ത് നരേന്ദ്രമോദിക്ക് ഒപ്പം നിൽക്കുന്ന പാർട്ടികളെ മാത്രം ഇവിടെ നിന്ന് ഇദ്ദേഹത്തെ മാത്രം പിക്ക് ചെയ്ത് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുക, അത് വാർത്താ ചിത്രമാക്കുക, എന്നിട്ട് ഈ തരത്തിൽ ഈ പ്രതിപക്ഷ ചേരിക്കകത്ത് അസ്വാരസ്യങ്ങളും കലഹങ്ങളും ഉണ്ടാക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വളരെ പെർഫെക്റ്റ് സ്ട്രാറ്റജി എന്ന് വിളിക്കാവുന്ന ഒരു സംഗതിയാണത്. ഒരു വശത്ത് നിങ്ങളെ ആക്ഷേപിക്കുക, അതിന് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ മാത്രം പിക്ക് ചെയ്ത് കൊണ്ടുപോവുക, എന്നിട്ട് അയാളെ വീണ്ടും നിങ്ങളെല്ലാവരും കൂടി പുകഴ്ത്തുകയാണ്. ലജ്ജയില്ലേ നിങ്ങൾക്ക്? എനിക്കില്ല, ഇന്ന് ഈ ചർച്ച വന്നതിന് ശേഷം ഞാൻ ചിരിച്ചു. ബിക്കോസ് എനിക്ക് മനസ്സിലായിട്ട് നിങ്ങൾ എന്തിനാ ചർച്ച ചെയ്യുന്നത്, എന്താണ് ഇവിടെ ചർച്ച എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പ്രേമേന്ദ്രൻ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ സീനിയർ മോസ്റ്റ് പാർലമെന്റേറിയൻസ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, കേരളയിൽ നിന്ന് ഇപ്പം സംസാരിക്കുന്നുണ്ടെങ്കിൽ പാർലമെന്റിൽ UDFന് വേണ്ടിയിട്ട് ഞാൻ കേട്ടത് 2 ആൾക്കാരാണ് മെയിനായിട്ട് സംസാരിക്കുന്നത്. ഒന്ന് MK പ്രേമേന്ദ്രനും, മറ്റേത് ഡോക്ടർ ശശി തരൂരും. ബിക്കോസ് ഭാഷ അറിയണമല്ലോ അവിടെ സംസാരിക്കാൻ. അല്ലെങ്കിൽ ഹിന്ദിയും അറിയില്ല, ഇംഗ്ലീഷ് അറിയില്ല, ആർക്കും അങ്ങനെ സംസാരിക്കാൻ പറ്റൂല. CPM ഞാൻ കാണുന്നത് ഇപ്പൊ ജോൺ ബ്രിട്ടാസ് ആണ് സംസാരിക്കുന്നത്. അപ്പം ഈ MK പ്രേമേന്ദ്രൻ, അവിടെ റിതേഷ് പാണ്ഡ്യ ഉണ്ടായിരുന്നു BSPയുടെ, അവിടെ സസ്മിത് പാത്ര ഉണ്ടായിരുന്നു BJDയുടെ, പിന്നെ കുറച്ച് മറ്റേ MPs ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല, പ്രധാനമന്ത്രി അദ്ദേഹം ഒരു സീനിയർ പാർലമെന്റേറിയൻ ആയതുകൊണ്ടുള്ള ഒരു ഇൻവിറ്റേഷൻ ആയിരിക്കും, നമുക്കറിയില്ല. പക്ഷെ അതിന്റെ മേലെ നിങ്ങൾ ചർച്ച ചെയ്ത് എനിക്ക് കാണുന്നില്ല. ബിക്കോസ് നിങ്ങൾ ഇത് സ്ക്രീനിൽ ആരാന്ന് എന്റെ മുമ്പേ സംസാരിച്ച്, എനിക്ക് നിങ്ങളത് പറഞ്ഞാൽ ഞാൻ മറുപടി പറയും. എനിക്ക് കുറച്ചു ഭാഗം കേൾക്കാൻ പറ്റി. അദ്ദേഹം പറഞ്ഞു എങ്ങനെ പോകാൻ പറ്റും, പ്രധാനമന്ത്രിന്റെ ഒക്കെ എന്തെല്ലോ. ഇപ്പം നാളെ മുഖ്യമന്ത്രി, ഇവിടുത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി ഞങ്ങൾ MLAസിനെ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പോകാണ്ടിരിക്കുക. ഞാൻ കണ്ടില്ലല്ലോ കഴിഞ്ഞ കൊല്ലം ഇഫ്താറിന്റെ സമയത്ത് മുഖ്യമന്ത്രി മറ്റേ പാർട്ടിയിലും ഈ പാർട്ടിയിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന, അതിന് സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. നവകേരള സദസ്സിന് അവിടെ പങ്കെടുക്കാൻ ആ വഴിക്ക് പോയിട്ടുള്ള ആൾക്കാരെ പുറത്താക്കിയിട്ടുള്ള പാർട്ടിയാണ്. അങ്ങനെ പിണറായി വിജയന്റെ ചായ കുടിച്ചിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തനം വേണ്ട എന്ന് മുരളീധരൻ, ഇന്നിത് പറഞ്ഞ മുരളീധരൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നതേ, ഒരു പാർലമെന്റ് സെഷൻ അവസാനിക്കുകയാണ്, അടുത്ത ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നരേന്ദ്രമോദിയുടെ ആതിഥ്യം, അദ്ദേഹം അവിടെ പോയി അദ്ദേഹം എന്നെ സ്വീകരിച്ചു, ഭക്ഷണം തന്നു എന്നത് എൻ്റെ മഹത്തായ ഒരു നേട്ടം, സന്തോഷം, അദ്ദേഹം ഒരു നല്ല മനുഷ്യൻ എന്ന് സർട്ടിഫിക്കറ്റ് അടിക്കുന്നത് എന്തുമാത്രം നല്ല സമയത്താണ് ഇദ്ദേഹം ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. എന്ന് മാത്രമല്ല, കമൽനാഥ് അടക്കമുള്ള കോൺഗ്രസ്സുകാർ അപ്പുറത്തേക്ക് പോവുകയാണ് എന്ന അഭ്യൂഹം പരത്തിക്കൊണ്ടിരിക്കുകയാണ് BJP. അവർക്കറിയാം ഈ സമയത്ത് എന്ത് കളികൾ കളിക്കണം, എന്ത് കഥ പ്രചരിപ്പിക്കണം, എന്ത് ആശയക്കുഴപ്പം ഉണ്ടാക്കണമെന്ന്. അതിൻ്റെ ഭാഗമാണ് ഈ വിരുന്ന്. അത് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയമായ ബുദ്ധി ഈ പറയുന്ന സീനിയർ പാർലമെന്ററിയന് ഉണ്ടായില്ലേ? അദ്ദേഹത്തെ ന്യായീകരിക്കുന്ന നിങ്ങൾക്കുണ്ടായിട്ടില്ലേ? മോദിയുടെ പൊളിറ്റിക്കൽ പ്ലാൻ എന്താണെന്ന് മനസ്സിലാക്കാൻ മോദി ഒരു സ്നേഹത്തിൽ വിളിച്ച് ഊണ് കൊടുത്തു എന്നാണോ നിങ്ങൾ ഇപ്പോഴും നിഷ്കളങ്ക നാട്യത്തോടെ പറയാൻ ശ്രമിക്കുന്നത്?
എനിക്ക് നിങ്ങൾ മനസ്സിലാകുന്നില്ല ശരിക്കും. നിങ്ങൾ ശരിക്കും എവിടുന്നാ പഠിച്ചത്? എവിടുന്നാ നിങ്ങൾ ഈ ഡിഗ്രി ചെയ്തത്? എന്തൊരു ഷെയിംഫുൾ ആയിട്ടുള്ള സംസാരം നിങ്ങൾ ചെയ്യുന്നത്. അദ്ദേഹം ഒരു പാർലമെന്റേറിയൻ മോദിയുടെ വീട്ടിലല്ല പോയത്, പ്രധാനമന്ത്രി വീട്ടിലല്ല, അത് പാർലമെന്റിന് അകത്തുള്ള ഒരു ലഞ്ചായിരുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ ലഞ്ചിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഇദ്ദേഹം മാത്രം ക്ഷണിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് എന്റെ ചോദ്യം. കോൺഗ്രസിലെ സീനിയർ പൊളിറ്റീഷ്യൻസ് ഇല്ലേ, കോൺഗ്രസിൽ സീനിയർ ആയിട്ടുള്ള MP-മാരില്ലേ, ഇന്ത്യ സഖ്യത്തിൽ വേറെ മറ്റ് പല കക്ഷികളുണ്ടല്ലോ, അതിലില്ലേ? അപ്പുറത്തുള്ള വേറെ ആരാ? BJD നിങ്ങളുടെ കൂടെയാണോ? BSP നിങ്ങളുടെ കൂടെയാണോ? TDP നിങ്ങളുടെ കൂടെയാണോ? അല്ല. അപ്പൊ അപ്പുറത്തുള്ള ഒരു സഖ്യത്തിൽ ഇദ്ദേഹം മാത്രമായി ചൂസ് ചെയ്യപ്പെടുകയാണ്, എന്നിട്ട് അത് പ്രചരിപ്പിക്കുകയാണ്, അതൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കുകയാണ്. ആ ആശയക്കുഴപ്പം എന്നത് അവരുടെ ആസൂത്രിത പദ്ധതിയാണ്. അത് മനസ്സിലാക്കാതെ ആര് വിളിച്ചാലും ചായ കുടിക്കാൻ പോകുമെന്ന് നിങ്ങൾ നിഷ്കളങ്ക ഭാവം നടിക്കുകയാണ്. എനിക്കിപ്പോ സംശയം നിങ്ങൾക്കാണ് BJP-യും LDF-ഉം എന്തോ തന്നിട്ടുണ്ടെന്ന്. ബിക്കോസ് നിങ്ങൾ അവരെ ഇതിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഒരു പ്രധാനമന്ത്രി വിളിക്കുമ്പോൾ അങ്ങനെ പല ഫംഗ്ഷൻസും ഉണ്ട്. എത്ര പത്രക്കാർ പോകുന്നുണ്ട് പ്രധാനമന്ത്രി വിളിക്കും. നിങ്ങൾ വേറെ ഫ്രണ്ട്സ് വരെ പോയിട്ടുണ്ടാവും. ഇത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യം. ഞാൻ ചോദിക്കുന്നത്, എന്റെ മുമ്പേ സംസാരിച്ച വ്യക്തിനോട്, എനിക്കറിയില്ല ആരാതെന്ന്, അനിൽകുമാറാണ്, CPIM നേതാവ്. CPIM നേതാവ് അനിൽകുമാറാണ്. അപ്പുറത്തുള്ളത് BJP പ്രതിനിധി കൃഷ്ണദാസ്. അല്ല, എന്റെ മുമ്പേ സംസാരിച്ച CPM ആയിരിക്കും. എനിക്ക് അദ്ദേഹത്തിനോട് ചോദിക്കേണ്ട കാര്യം, എന്തുകൊണ്ടാണ് ED അന്വേഷിക്കാത്തത്? മറ്റെവരെ എല്ലായിടത്തും ED എത്തുന്നുണ്ടല്ലോ. വീണ വിജയന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് ED-ന്റെ അന്വേഷണം തുടങ്ങിയിട്ടില്ല? എങ്ങനെയാണ് 2020 ഡിസംബറിൽ 21 അസംബ്ലി തെരഞ്ഞെടുപ്പ്, 2020 ഡിസംബറിൽ എല്ലാ ED, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എല്ലാം നിർത്തി, ഗോൾഡ് സ്മഗ്ലിംഗിന്റെ അന്വേഷണം നിർത്തി മുഖ്യമന്ത്രിയുടെ എതിരായിട്ട്. അതെന്താണ്? അത് നമുക്ക് ഇന്ന് അറിയണം. എന്തുകൊണ്ടാണ് വീണ ഷമാ മുഹമ്മദ് നേരത്തെ പറഞ്ഞല്ലോ ഒരു ജോൺ ബ്രിട്ടാസിന്റെ കാര്യം. നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ക്ഷേത്രവും അതിൽ പറയുന്ന രാമനും ഈ രാജ്യത്തിന്റെ രാമനല്ല എന്ന് പ്രസംഗിക്കാൻ ജോൺ ബ്രിട്ടാസ് അല്ലേ ഉള്ളൂ? നിങ്ങളുടെ ആരെങ്കിലും ഉണ്ടോ പാർലമെന്റിനകത്ത് ആ വാചകം പറയാൻ? നിങ്ങൾ ഈ കോംപ്രമൈസ് ആയി എന്ന് പറയുന്നുണ്ടല്ലോ. ഇന്ന് ഹിന്ദുത്വ രാഷ്ട്രീയം ഏറ്റവും വലിയ സെലിബ്രേഷനും രാഷ്ട്രീയ നേട്ടത്തിനും കൊണ്ടു നടക്കുന്ന സംഗതിയാണ് അയോധ്യയിലെ ക്ഷേത്രം. അത് നിങ്ങളുടെ രാഷ്ട്രീയ പദ്ധതിയാണ്. അതിൽ ശരിയായ രാമനില്ല എന്ന് ഉറക്കെ പറയാൻ ജോൺ ബ്രിട്ടാസ് അല്ലാതെ വേറെ ഏതെങ്കിലും കോൺഗ്രസ്സുകാരുണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ഈ അഡ്ജസ്റ്റ്മെന്റ് കാര്യം പറയുന്നുണ്ടല്ലോ. അല്ലല്ല, ഒരു മിനിറ്റ്. നിങ്ങൾ എന്താ പറയുന്നത്? ശരിയായ രാമനില്ലോ ഇല്ലെന്ന്. ഇവിടെ 80% ഹിന്ദുസാണ് ഉള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ രാമൻ നിങ്ങളുടെ റാം നാഥൂറാമാണ്. ഞങ്ങളുടെ റാം എന്ന് പറഞ്ഞാൽ ഐക്യത്തിന്റെ രാമനാണ് എന്ന് പ്രസംഗിച്ചില്ലേ ഇദ്ദേഹം? ഞാൻ പറഞ്ഞ രാമനെ തള്ളിപ്പറയുന്നതല്ല. പക്ഷേ ഇപ്പോ ഈ നടത്തുന്നത് BJP-യുടെ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആണെന്ന് അവിടെ പറയാൻ എത്ര കോൺഗ്രസ്സുകാരുണ്ടായിട്ടുണ്ട്? അല്ല, CPM ഒരു സൈഡിൽ SNDP-യുടെ ഒക്കെയാണ്, മറ്റേ സൈഡിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്പീച്ച് കൊടുക്കും പാർലമെന്റിൽ. അപ്പൊ നിങ്ങൾക്ക് അറിയോ അത്? അപ്പൊ ഞങ്ങള് ശശി സംസാരിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ആരെയും കണ്ടില്ല കേട്ടോ, നിങ്ങളുടെ ആരെയും കണ്ടില്ല പ്രസംഗിക്കാൻ. നിങ്ങളുടെ ആരെയും കണ്ടില്ല. നിങ്ങൾ പറഞ്ഞു പിണറായി വിജയനും CPM-ഉം BJP-യും ആയിട്ട് ഒത്തുചേർന്നു എന്ന്. അപ്പൊ പാർലമെന്റിൽ ഇന്നത്തെ ഏറ്റവും സവിശേഷമായ ഒരു കാലാവസ്ഥയിൽ ആര് സംസാരിക്കുന്നു ആര് സംസാരിക്കാതിരിക്കുന്നു എന്നത് ഈ രാജ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരാണ് എന്തിനോടൊക്കെ സമവായപ്പെടുന്നത്? നിങ്ങളുടെ ഇപ്പൊ പറഞ്ഞ ഏറ്റവും വലിയ സീനിയർ പൊളിറ്റീഷ്യൻ ആയിട്ടുള്ള ഏറ്റവും സ്കിൽഡ് ആയിട്ടുള്ള നിങ്ങളുടെ MP ശശി തരൂരാണ് പറഞ്ഞത് ആ പള്ളി പൊളിക്കാൻ നിങ്ങൾ ആദ്യമേ സമ്മതിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഒഴിവാക്കാമായിരുന്നു എന്ന്. ഇതാണ് നിങ്ങൾ പറഞ്ഞ സീനിയർ ആയിട്ടുള്ള വലിയ സ്കിൽഡ് ആയിട്ടുള്ള MP-മാരുടെ നിലപാട്. അല്ല, ഞാനൊന്ന് സംസാരിക്കട്ടെ. നിങ്ങൾ, എനിക്ക് തോന്നുന്നത് CPM-ന്റെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ബിക്കോസ് നിങ്ങളുടെ സംസാരം എന്ന് പറഞ്ഞാൽ ഒരു ഫൈറ്റിംഗ് ആയിട്ടുള്ള ഒരു വക്താവിനോടുള്ള സംസാരമല്ല. അപ്പൊ നിങ്ങൾ CPM-ന്റെ പ്രതിനിധിയായി ഞാൻ ഈ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോവാം. ബിക്കോസ് നിങ്ങൾ പാർട്ടിസാൻ ബിഹേവിയർ കാണിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കേണ്ട. ഐ ഡു നോട്ട് വാണ്ട് ടു സ്പീക്ക് ടു സംബഡി ഹു ഇസ് പാർട്ടിസാൻ ലൈക്ക് യു ആൻഡ് ഹു ബിലീവ്സ് ഇൻ ഹിയർസേ. So let me make it very clear to you. If you're going to talk to me in a proper manner, I will sit here. Otherwise, I will leave. ഞാൻ എന്റെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് മാം. ഞാൻ എന്റെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് പ്ലീസിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമല്ല. ഞാൻ അപ്പുറത്തെ പാനലിസ്റ്റുകളോട് ചോദിച്ചതും എന്റെ വിമർശന സ്വഭാവമുള്ള ചോദ്യമാണ്. നിങ്ങളോടും ചോദിക്കും. നിങ്ങൾ സംസാരിച്ചോളൂ, പക്ഷെ പ്ലീസിംഗ് ആയ ചോദ്യം മാത്രമേ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ പക്ഷത്ത് നിൽക്കണമെന്നും പറയരുത്. നിങ്ങൾ എന്റെ ഒരു സെന്റൻസ് പൂർത്തിയാക്കാൻ പറ്റുന്നത് നിങ്ങൾ ഒരു ഗുണ്ട വരെയാണ് എന്നെ ആക്രമിക്കുന്നത്. എനിക്ക് സംസാരിക്കാൻ വിടണം. നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾ ഒരു പത്രക്കാരനാ, ഗുണ്ടയല്ല. യെസ്, നിങ്ങളുടെ അറിവും വിവരവും സംസ്കാരവും വെച്ച് സംസാരിച്ചോളൂ. എനിക്ക് സംസാരിക്കാൻ വിടണം. ഒരു കാര്യം ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. ഒരു മുഖ്യമന്ത്രി ആരെ വിളിച്ചെന്നില്ല അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്. ഒരു MP അതിന് പോയതിന് അതിനൊരു പ്രശ്നമില്ല. നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ പറഞ്ഞു രാമിനെ പറ്റിയിട്ടും അമ്പലത്തിൽ നമ്മൾ പോയിട്ടില്ലല്ലോ. നമ്മൾ ആ സെറമണിക്ക് കോൺഗ്രസ് പാർട്ടി പോയിട്ടില്ല. നമുക്ക് ഇൻവിറ്റേഷൻ സോണിയാജിക്ക് ഉണ്ടായിരുന്നു, ഖർഗേജിക്ക് ഉണ്ടായിരുന്നു, ലീഡർ ഓഫ് ഓപ്പോസിഷൻ ചൗധരിക്ക് ഉണ്ടായിരുന്നു.
പക്ഷെ ഞങ്ങൾ അവിടെ പോയിട്ടില്ല. പക്ഷെ എന്നാലും നിങ്ങൾ ഞങ്ങളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട, CPM എന്ന് പറയുന്ന പാർട്ടി വെറും കേരളയിലുള്ള ഒരു സംസ്ഥാനത്തുള്ള പാർട്ടിയാണ്. ഞങ്ങളുള്ള കോൺഗ്രസ് എന്ന് പറയുന്ന മധ്യപ്രദേശിലുണ്ട്, അവിടെ ഇഷ്ടംപോലെ ഹിന്ദുത്വ പോളിറ്റിക്സ് ഉണ്ട്, ഹിന്ദുസ് ഉണ്ട്, രാജസ്ഥാനിലുണ്ട്, ഛത്തീസ്ഗഡിലുണ്ട്, എല്ലാ സംസ്ഥാനത്തിലും ഉത്തരഭാരതത്തിൽ കോൺഗ്രസ് പാർട്ടി ഉണ്ട്. നിങ്ങൾക്ക് അവരെ സെന്റിമെന്റ്സ് അറിയില്ല, അതാണ് നിങ്ങളെല്ലാം പ്രശ്നം. അത് നമ്മൾ സെക്യുലർ പാർട്ടിയാണ്, നമ്മൾ അന്ന് ഇതിന് പോയിട്ടില്ല, ആ സെറമണിക്ക് പോയിട്ടില്ല അയോധ്യയിൽ. പക്ഷെ നിങ്ങൾ ഇവിടെ ഇരുന്ന് കേരളയിലെ രാഷ്ട്രീയവും കേരളയുടെ ഇതോ ആയാലും നിങ്ങൾക്ക് ഉത്തരഭാരതത്തിൽ എന്താ നടക്കുന്നത് അറിയില്ല. ഞങ്ങൾ പോയിനോ? നിങ്ങൾക്ക് ഇപ്പൊ എന്റെ മോലെ ചൂണ്ടിക്കാണിക്കാം, ആ അമ്പലത്തിന്റെ ഉദ്ഘാടനം നമ്മൾ പോയിനോ ഇല്ലെന്ന്. ഞങ്ങൾ പോയിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്താ പറയുന്നത്? ജോൺ ബ്രിട്ടാസ് ഒരു സ്പീച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ എന്ത് വിഡിത്തര പറഞ്ഞ ജോൺ ബ്രിട്ടാസ് സ്പീച്ച് കൊടുക്കുന്നത്? ഞങ്ങൾ അവിടെ ഇൻവിറ്റേഷൻ പറഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നില്ല എന്ന്. അതിൽ വലിയ കാര്യം എന്താ? സ്പീച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്? അതാണോ നിങ്ങളെ ജഡ്ജ്മെന്റ് ബേസിസ്? എന്ത് വിഡിത്തരാ നിങ്ങൾ ഇവിടെ വിളിച്ചു പറയുന്നത്? The way you are judging is wrong. നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യയിലെ ഹിന്ദുത്വ പൊളിറ്റിക്സിനെ പ്ലീസ് ചെയ്യേണ്ടതുണ്ട്, അതങ്ങ് തുറന്നു പറഞ്ഞാൽ പറയാം. എന്തിനാണ് നമ്മൾ ഇത്ര വലിയ വളച്ചു കെട്ടുന്നത്? എവിടെയും ഹിന്ദുത്വ പൊളിറ്റിക്സ് നമ്മൾ പ്ലീസ് ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങൾ സെന്റിമെന്റ്സ് നോക്കും. ഹിന്ദുസിന്റെ സെന്റിമെന്റ്സ് ആർ ഇമ്പോർട്ടന്റ്. ആ സെന്റിമെന്റ്സ് ഉണ്ടാക്കിയത് ആരാണ്? 1947 മുതൽ ഇങ്ങോട്ടുള്ള ഇന്ത്യയുടെ ചരിത്രത്തിൽ ആ സെന്റിമെന്റ്സ് ഉണ്ടാക്കിയത് ആരാണ്? ആരാണ് അതിന് വളം വെച്ചത്? ആരാണ് അതിനെ വളർത്തിയത്? ഹിന്ദുത്വയ്ക്ക് എല്ലാ വളവും വെച്ചു കൊടുത്ത ആരാണ്? ഹിന്ദുത്വം തന്നെ ഉണ്ടായി വന്ന ഒന്നല്ല. യു പീപ്പിൾ മെയ്ഡ് ദാറ്റ്. നിങ്ങൾ ഉണ്ടാക്കിയതാണത്. ആരാ ഉണ്ടാക്കിയത്? ഹിന്ദുത്വ. ഈ വേര് പിടിച്ച് വളർന്നു വലുതായ ഹിന്ദുത്വ ആരുണ്ടാക്കിയതാ? നിങ്ങൾ ഉണ്ടാക്കിയത്. നിങ്ങൾ വളം വെച്ച് കൊടുത്തത്. നിങ്ങൾ BJP-നോട് ചോദിക്കേണ്ട ചോദ്യം എന്നോട് ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് ഇന്ന് ആരാ നിങ്ങൾ? ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു MP മാത്രം മോദി പിക്ക് ചെയ്ത് കൊണ്ടുപോവാണ്. അയാൾ അവിടെ പോയി ഭക്ഷണം കഴിച്ച് തിരിച്ചിറങ്ങി വന്ന് മോദി നല്ലവൻ, മോദിയുടെ കൂടെ ഇരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം, ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട നിമിഷം എന്നൊക്കെ പറഞ്ഞ് പുകഴ്വാചകം പറയാണ്. അതും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത്. നിങ്ങൾക്കൊരു കുഴപ്പവും തോന്നുന്നില്ല? മോദി നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള ആളുകളാൽ തന്നെ സ്വീകാര്യനാക്കപ്പെടുകയാണ്. ഇത് അവിടെയുള്ള ആളുകൾ പോലും മോദിയെ പറ്റി നല്ലത് പറയുന്നു. മോദിയുടെ കളി മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക്, അതതിന്റെ കുഴപ്പം. നിങ്ങൾ സകലതിനെ നിഷ്കളങ്കമായി കാണുകയാണ്. നിങ്ങളുടെ പ്രധാനപ്പെട്ട നിങ്ങൾ ഇത്രയും പറഞ്ഞില്ല, ഞാൻ എന്റെ അഭിപ്രായം പറയാണ്. നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ശരിക്കും വിതൗട്ട് അഭിപ്രായമാണ് നിങ്ങൾ ഈ ഇതിൽ വരേണ്ടത്. സോറി മാം, ഇത് അങ്ങനത്തെ ഒരു ചർച്ചയല്ല, അങ്ങനത്തെ ഒരു ചാനലും അല്ല. നമുക്ക് അഭിപ്രായം ഉണ്ടാവാൻ പാടില്ല നിങ്ങൾ പറയല്ലേ? ഞാൻ പറയുന്നത് കേട്ടാ മതി. അങ്ങനത്തെ ഒരു ചർച്ചയല്ല, അങ്ങനത്തെ ഒരു സ്ഥാപനമല്ല. അല്ല, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. നിങ്ങൾ കണ്ടിന്യൂസ് നിങ്ങൾ എന്തൊരു ആങ്കറാ നിങ്ങൾ. എനിക്ക് തോന്നുന്നത് ഇനി വീട്ടിലിരിക്കണോന്നാ. ഞാൻ പറയുന്നത് ഫസ്റ്റ് കേൾക്കൂ. നിങ്ങൾ എന്റെ മേലെ ചൂണ്ടിക്കാണിക്കുന്നത് പറഞ്ഞാൽ RSP ഇദ്ദേഹം പ്രേമചന്ദ്രൻ കോൺഗ്രസ് പാർട്ടിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ ആളല്ല, അദ്ദേഹത്തിന്റെ പാർട്ടിയുണ്ട്. ഞങ്ങളൊരു മുന്നണി പാർട്ടിയാണ് RSP. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഇന്ന് എന്റെ മേലെ ആക്രമിക്കുന്നെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഒരാൾ പോയിട്ടാണ് മോദിയുടെ ഒക്കെ ഇരുന്നത്, അതല്ല. ഇവിടെ ഞങ്ങളൊരു മുന്നണിയാ അദ്ദേഹം. ഞങ്ങൾക്ക് അദ്ദേഹത്തിന് ബഹുമാനമുണ്ട്. പല കാര്യത്തിലും അദ്ദേഹം ഇന്റർവ്യൂ ചെയ്തിട്ട് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു MP ആണ്. ഞാൻ എപ്പോഴും അദ്ദേഹം സംസാരിക്കുമ്പോൾ കേൾക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയാം. അപ്പം വെറുതെ ഈ അനാവശ്യം ഇന്നത്തെ ചർച്ച ശരിക്കും അനാവശ്യം. എനിക്ക് തോന്നുന്നു CPM നിങ്ങൾ ഇന്ന് പറഞ്ഞിരിക്കുക, ഫണ്ട് വന്നിട്ട് പറയും നിങ്ങൾ പോയിട്ട് ചർച്ച ചെയ്യും. വേറൊരു കാര്യമില്ല. ഇന്ന് ഒരു പ്രധാനമന്ത്രി വിളിച്ചു, നാളെ ഇപ്പം പിണറായി വിജയൻ വിളിച്ചാലും എത്ര എല്ലാവരും പോവില്ല. എന്തെങ്കിലും ഒരു വിഷയം പിണറായി വിജയൻ നടത്തിയ നവകേരള സദസ്സിൽ ഒറ്റ ഒരാൾ പോയി പോകരുത് എന്ന് ഇണ്ടാസിറക്കിയ പാർട്ടിയാണ് നിങ്ങൾ. അവിടെ പോയി പിണറായി വിജയന്റെ ചായ കുടിച്ചിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് പ്രവർത്തിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ ആളാണ് ഇന്ന് ഈ NK പ്രേമചന്ദ്രനെ ന്യായീകരിച്ച K മുരളീധരൻ MP. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ പാർട്ടിയിൽ പല വ്യൂസ് ഉണ്ട്. എന്റെ ഒരു പാർട്ടിയിൽ ഒരു മുഖ്യമന്ത്രി എന്റെ പ്രത്യാശാസ്ത്രവും അവിടെ BJP-യിൽ ഇരിക്കുന്ന നേതാവിന്റെയോ CPM-ന്റെയോ പ്രത്യാശാസ്ത്രം വേറെ. പക്ഷെ ഞങ്ങളെല്ലാം ഇന്ത്യൻസാ, ഞങ്ങൾ ശത്രുക്കളല്ല. നിങ്ങൾ എന്താണ് ഇപ്പൊ ചെയ്യുന്നത്? ഞാനും അവിടെ BJP-ന്റെ അവരെ പുറത്തുനിന്ന് കണ്ടാൽ ഞാൻ സംസാരിക്കും, എന്തായാലും സംസാരിക്കും. ബിക്കോസ് ഞങ്ങളെ പ്രത്യാശാസ്ത്രത്തിന്റെ പ്രശ്നമാണ്. പക്ഷെ സൗഹാർദ്ദത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന നിങ്ങളുടെ ഒരു രാഷ്ട്രീയ ബോധ്യം എന്താണ്? നിങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ നോളജ് എന്താണ്? ഇതൊക്കെ നമ്മളെല്ലാവരും ഒന്നാണ്, നമ്മളെല്ലാവരും സഹോദരങ്ങളാണ് എന്ന് വിചാരിച്ച് മോദി വിളിക്കുന്ന പരിപാടിയാണ് എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? എത്ര പേരെ ഒറ്റയടിക്ക് പാർലമെന്റിൽ നിന്ന് മോദി സസ്പെൻഡ് ചെയ്തിട്ട് എത്ര ബില്ലുകൾ ഒറ്റയ്ക്കിരുന്ന് പാസ്സാക്കി നിങ്ങൾക്ക് അറിയാമോ? പാർലമെന്റിന്റെ ഉന്നതമായ മൂല്യം കാത്തു സൂക്ഷിക്കാനും സ്നേഹം പങ്കിടാനും മോദി വിളിച്ചു എന്നാണോ? ഹീസ് ക്രിയേറ്റിംഗ് എ സീൻ. എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയാ? രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി. നിങ്ങൾ പറയാണ് നമ്മളെല്ലാവരും ഒന്നല്ലേ, മോദി നമ്മളൊക്കെ സഹോദരന്മാരല്ലേ, നമ്മൾ ഒരുമിച്ചിരിക്കേണ്ടതെന്ന്. നിങ്ങളുടെ ഈ വിഷൻ വെച്ചിട്ടാണ് നിങ്ങൾ മോദിയോട് ഫൈറ്റ് ചെയ്യുന്നത്. ബെസ്റ്റ് അല്ല, ഞാൻ ഇന്ന് പറയാം, നിങ്ങളൊരു പത്രക്കാരനല്ല.
you're just somebody who has not even studied media. അതാണ് എനിക്കിന്ന് പറയാൻ പോകുന്നത്. നിങ്ങൾ ആയിക്കോട്ടെ, ഞാൻ ആ സർട്ടിഫിക്കറ്റ് എടുത്തു. ശരി ശരി. നിങ്ങളൊരു പത്രക്കാരനല്ല. ശ്രീ അനിൽകുമാർ നാളെ പിണറായി വിജയൻ വിളിച്ചാലും ശ്രീ അനിൽകുമാർ എന്തുകൊണ്ട് വീണ വിജയന്റെ കാര്യം ചോദിക്കാത്ത? വീണ വിജയൻ ചർച്ച ചെയ്യാൻ വേറെ ദിവസം ഉണ്ടായിരുന്നല്ലോ. വീണ വിജയൻ ചർച്ച ചെയ്യാൻ വേറെ ദിവസം ഉണ്ടായിരുന്നു. വീണ വിജയന്റെ കാര്യം പറയുമ്പോൾ കാണിക്കുന്ന ആവേശം നരേന്ദ്രമോദിക്കെതിരെ പറയുമ്പോൾ കാണിക്കണം. വീണ വിജയന്റെയും പിണറായി വിജയന്റെയും കാര്യം പറയുമ്പോൾ കാണിക്കുന്ന ആവേശം നരേന്ദ്രമോദിയെ കുറിച്ച് പറയുമ്പോൾ കാണിക്കണം. നരേന്ദ്രമോദി ചടങ്ങിന് വിളിക്കുമ്പോൾ നമ്മളെല്ലാവരും സഹോദരന്മാർ, ഇന്ത്യക്കാർ. അപ്പുറത്ത് വീണ വിജയന്റെ കാര്യം പറയുമ്പോൾ നരേന്ദ്രമോദിയും BJP തമ്മിൽ അല്ല CPM തമ്മിൽ എന്തോ ഏർപ്പാടാണ്, അതിന്റെ ഭാഗം അന്വേഷിക്കുന്നില്ല. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലമല്ലേ മാം? ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലമല്ലേ? കുറച്ചൊക്കെ ദേശീയ രാഷ്ട്രീയത്തിന്റെ സ്വഭാവമുള്ള കാര്യങ്ങൾ പറയൂ നിങ്ങൾ കേട്ടോ. അല്ല, ശ്രീ അനിൽകുമാർ പിണറായി വിജയൻ വിളിച്ചാലും ഞങ്ങൾ പോകും. അതൊരു മര്യാദയുടെ ഭാഗമാണ്. അതിന്റെ അർത്ഥം നേരെ CPM-ലേക്ക് പോകുന്നു എന്നല്ല. അതൊരു ലോജിക്കലായിട്ടുള്ള വിശദീകരണമല്ലേ? ഇന്ന് കേരളത്തിലെ ചാനലുകളെല്ലാം, ഏതാണ്ട് എല്ലാ ചാനലുകളും ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. മലയാള മനോരമ ചാനലുണ്ട്, അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനലുണ്ട്. ഞാൻ ഇപ്പോൾ 2 എണ്ണം നോക്കി. ആ 2 ചാനലുകൾ ഈ വിഷയം ഈ സമയത്ത് ചർച്ച ചെയ്യുന്നത്. CPM ഇവർക്കെല്ലാം പണം കൊടുത്തെന്നാണോ ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി പറയുന്നത്? ഞങ്ങളങ്ങനെ പണം കൊടുക്കുന്ന ശീലമില്ല. മീഡിയ അങ്ങനെ വാങ്ങുന്നൊരു ചാനലാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്, പ്രധാനപ്പെട്ട പാർലമെന്ററിമാരെ വിളിക്കണമെങ്കിൽ കേരളത്തിൽ നിന്ന് വിളിക്കേണ്ട ഒന്നാമത്തെ ആളാരാ? അവാർഡ് കിട്ടിയ പാർലമെന്ററിയെ വിളിക്കണമെങ്കിൽ കേരളത്തിൽ നിന്ന് വിളിക്കാവുന്ന ഒന്നാമത്തെ ആളാരാണ്? അത് കോൺഗ്രസിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? വേറെ ആരെ കുറിച്ചാണ്? അപ്പോൾ കോൺഗ്രസിൽ കൊള്ളാവുന്നവരാരുമില്ലേ? ശശി തരൂർ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ ആളുകളെല്ലാം കൊള്ളാത്തവരാണ്. ആകെ ഒരേ ഒരു യോഗ്യനേ ഉള്ളൂ ഞങ്ങൾക്ക്. ആ പരമയോഗ്യനെ അദ്ദേഹം വിളിച്ചു. നരേന്ദ്രമോദി എന്നേക്കാൾ അല്ലെങ്കിൽ ഞങ്ങളെക്കാൾ പരമയോഗ്യരാണ്, രാഹുൽ ഗാന്ധിയേക്കാൾ പരമയോഗ്യനാണ് എന്നാണ് അദ്ദേഹം അവിടെ പോയി പ്രശംസിച്ചിട്ട് പോകുന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പൊളിറ്റിക്സ് ഉണ്ടോ എന്നുള്ളതാണ്. ഈ പറയുന്ന പ്രേമചന്ദ്രന് പൊളിറ്റിക്സ് ഉണ്ടോ? കോൺഗ്രസിൻ്റെ പ്രതിനിധിക്ക് പൊളിറ്റിക്സ് ഉണ്ടോ? ഇവിടെ എന്താ പറഞ്ഞാൽ ED വന്ന് ഞങ്ങളുടെ നേരെ കയറിയില്ല എന്നുള്ളതാണ്. DK ശിവകുമാറിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ 85 കോടി രൂപ കിട്ടി. പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡ് ചെയ്താൽ ഒരു ചുക്കും കിട്ടുകയില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിലെ ഇടതുപക്ഷക്കാരെ റെയ്ഡ് ചെയ്താൽ ഞങ്ങളുടെ ഇന്നും വീട്ടിൽ നിന്നൊരു വെള്ളി രൂപ കിട്ടത്തില്ലെന്ന്. പിന്നെ വീണ വിജയൻ്റെ പേരിൽ EDക്ക് കേസെടുക്കാനും പറ്റത്തില്ല. കാരണം എന്താണ്? നിങ്ങൾ ഈ SFI എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാധനമൊന്നും ആ നിയമപ്രകാരം അന്വേഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലെന്നേ. ലോകസഭാ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് 2009 ലാവിലും പറഞ്ഞ് പിണറായി വേട്ടയാടിയ പോലെ ഇപ്പോൾ കുറേ പേർക്ക് പിണറായിയും മകളെയും ഒക്കെ വേട്ടയാടാനത് ഉപയോഗിക്കാമെന്നല്ലാതെ ഞങ്ങളുടെ നേരെ നിൽക്കാൻ പറ്റുന്നൊരു സാധനം എൻ്റെ അകത്തില്ലെന്ന്. അത്ര ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ മോദിയോട് പറയുന്നത്, മോദിക്ക് ചെയ്യാവുന്ന അങ്ങോട്ട് ചെയ്യ്, അമിത്ഷയ്ക്ക് ചെയ്യാവുന്ന അങ്ങോട്ട് ചെയ്യ്. പിന്നെ നരേന്ദ്രമോദിയോടുള്ള അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടല്ല ഇന്ത്യയുടെ പാർലമെന്റിന്റെ ഹൃദയമായ ഡൽഹിയിൽ പോയിട്ട് ഈ മുഖ്യമന്ത്രിയും കുറെ മന്ത്രിമാരും MP-മാരും MLA-മാരും കൂടി സത്യാഗ്രഹം ഇരുന്നിട്ട് ഇന്ത്യ രാജ്യത്തെ 2 മുഖ്യമന്ത്രിമാർ അവിടെ വന്നു. ഇന്ത്യ രാജ്യത്ത് BJP വേട്ടയാടുന്ന 2 മുഖ്യമന്ത്രിമാർ, ആം ആദ്മി പാർട്ടിയുടെ 2 മുഖ്യമന്ത്രിമാർ അവിടെ വന്നു. ED വേട്ടയാടുന്ന മുഖ്യമന്ത്രിയാണ് ഡൽഹി മുഖ്യമന്ത്രി, അദ്ദേഹം അവിടെ വന്നു. എന്തിനാ വന്നത്? പിണറായി വിജയന്റെ വ്യാജയുദ്ധമാണ് വരുമോ? യഥാർത്ഥത്തിൽ വരാതിരുന്ന കോൺഗ്രസ്സാണ്. നിങ്ങൾക്കെന്താണ്? പലവട്ടം ആലോചിക്കണം. കേരളത്തിന് വേണ്ടി ദില്ലിയിലൊരു സമരം നടത്തിയപ്പോൾ പ്രസംഗിക്കാൻ ഒരാളെ വിടുന്നതിന് നിങ്ങൾ എത്ര നേരം ആലോചിച്ചു? പ്രേമേന്ദ്രനൊരു വിളി കിട്ടിയ ഉടനെ ഓടിപ്പോയല്ലോ. എന്നാൽ അതേസമയം കേരളത്തിന് വേണ്ടി ഒരു സമരം നടത്തുക, തലേ ദിവസം കർണാടക സമരം നടത്തി. എന്നാൽ കർണാടകത്തിനൊരു മന്ത്രി പിറ്റേ ദിവസം കേരളത്തിൻ്റെ സമരത്തോടൊപ്പം ഇരിക്കട്ടെ. അല്ല, കർണാടകത്തിൻ്റെ സമരത്തോടെ ഞങ്ങളെ ഒന്ന് വിളിക്കട്ടെ, നമുക്ക് ഇന്ത്യ മുന്നണി ഉയർത്തിക്കൊണ്ടുവരാമല്ലോ. നിങ്ങളെന്താ അത് ഉപയോഗിക്കാതിരുന്നത്, ആ അവസരം ഉപയോഗിക്കാതിരുന്നത്? ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കണം, രാമൻ്റെ പേരിലും അമ്പലത്തിൻ്റെ പേരിലും ഒക്കെ തന്നെ ആഖ്യാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാ ഉത്തരാഖണ്ഡിൽ അമ്പലം പള്ളി പൊളിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പം തന്നെ ഇവിടെ കൃത്യമായിട്ട് ഡൽഹി തന്നെ എത്രയോ കൊല്ലം പഴക്കമുള്ള, ആദ്യമായിട്ട് കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം അവതരിപ്പിച്ച മൗലാന ഹസ്രത്ത് മുഹാനി താമസിച്ചിരുന്ന ഒരു പള്ളി പൊളിക്കാൻ പോവാണ് ഡൽഹി നഗരത്തിൽ. അയോധ്യയിൽ തന്നെ എത്രയോ പള്ളി പൊളിക്കുന്നു വികസനത്തിന് വേണ്ടി. ഇതൊരു ദിവസേന നടക്കുന്ന പരിപാടിയാക്കിയിരിക്കുകയാണ്. ബാബർ മസ്ജിദ് പൊളിച്ചു, അത് ഇത്രയും കാലത്തെ ഒരു വൈകാരികമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നു. സുപ്രീം കോടതി ആ വിഷയത്തിൽ ഒരു തീരുമാനമെടുത്തല്ലോ. പോട്ടെ, ഇതുകൊണ്ട് അവസാനിക്കുമെങ്കിൽ നമുക്ക് തീർക്കാം. ഇതുകൊണ്ട് അവസാനിക്കല്ല, തുടങ്ങിയിരിക്കല്ലേ. കാശി മധുര ബാക്കിയൂടല്ലേ. ഇത് നടത്തുന്ന ഒരു അജണ്ട മുന്നോട്ട് വെക്കുകയും കോൺഗ്രസിനെ ഇല്ലാതാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രി ഇവിടെ ഇരിക്കുമ്പോൾ, ആ പ്രധാനമന്ത്രി പാർലമെന്റ് സമ്മേളനത്തിന്റെ തലേദിവസം ഊണിന് വിളിച്ചാൽ കൊലച്ചോറാണ് കൊടുക്കാൻ വരുന്നത് എന്ന് മനസ്സിലാക്കാൻ പ്രേമേന്ദ്രൻ അറിയത്തില്ലേ?
അപ്പോൾ ആ പ്രധാനമന്ത്രിയിൽ പുളകിതനാകുമ്പോൾ രാഷ്ട്രീയ ശൂന്യമായൊരു പാർലമെന്റേറിയനാണ് എൻ കെ പ്രേമചന്ദ്രൻ. ആ രാഷ്ട്രീയ ശൂന്യത BJP നാളെ മുതലെടുക്കും. ഏത് സമയത്തും റാഞ്ചാവും തരത്തിൽ എത്തി നിൽക്കുന്ന മുമ്പ് ഞാൻ പറഞ്ഞതാണ്. അത് ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി എന്താ പറയേണ്ടത്? ഈ വിഷയം ചർച്ച ചെയ്യാനേ പാടില്ല. ചർച്ച ചെയ്താൽ എന്താ കുഴപ്പം? അവിടെയാണ് ഞങ്ങൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. നവകേരള സദസ്സിന് വരണ്ട, നിങ്ങൾ ഇഫ്താർ വിരുന്നിന് വരണ്ട, ഞങ്ങൾ അതിനൊന്നും വരാൻ പറയുന്നില്ല. നമ്മുടെ കേരളത്തിന് വേണ്ടി ഡൽഹിയിൽ കർണാടക സമരം നടത്തി, കേരള സമരം നടത്തി. ഈ രണ്ട് സമരത്തിലും പങ്കെടുക്കാമല്ലോ ഈ CPM സർക്കാർ നടത്തുന്ന സമരങ്ങളോട് കണിശമായ നിലപാട് സ്വീകരിക്കുകയും മോദി വിളിക്കുന്ന വിരുന്നിൽ പോകുന്നതിൽ പ്രശ്നമില്ല എന്ന നിലപാടെടുക്കുകയും ചെയ്യുന്നതിൽ ഒരു വൈരുദ്ധ്യം ഉണ്ടെന്നാണ്. P. കൃഷ്ണദാസ്, നോക്കൂ, നരേന്ദ്രമോദിക്കൊപ്പം പോയി സമയം ചെലവഴിക്കാൻ കഴിഞ്ഞത് തൻ്റെ ജീവിതത്തിലെ സന്തോഷകരമായ അനുഭവമെന്ന് തുല്യം ചാർത്തുകയാണ് ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഇപ്പുറത്തെ ഒരു പ്രധാനപ്പെട്ട MP. എന്ന് വെച്ചാൽ ഇപ്പുറത്തും പ്രധാനമന്ത്രിക്ക് സ്വീകാര്യത, പോപ്പുലാരിറ്റി, അക്സെപ്റ്റൻസ് കൂടി വരുന്നു എന്നാണോ അത് നിങ്ങൾ മനസ്സിലാക്കുന്നത്? അത് ഇപ്പുറത്ത് ഏതെങ്കിലും ഒരു ഘടകകക്ഷിക്കോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കക്ഷിക്കോ പ്രതിപക്ഷ കക്ഷികൾക്കോ മാത്രമല്ലല്ലോ, ലോകത്തിലെ എല്ലാ രാജ്യത്തുമുള്ള ആളുകൾ. ഇപ്പോൾ അദ്ദേഹം ഗൾഫിലേക്ക് പോവുകയാണല്ലോ അടുത്ത ദിവസം, നാളെ മറ്റന്നാളും ഒക്കെ ആയിട്ട് ഗൾഫിൽ വലിയ സമ്മേളനം നടക്കാൻ വേണ്ടി പോവുകയില്ലേ. അപ്പോൾ അറബ് രാജ്യങ്ങളിൽ പോലും പ്രധാനമന്ത്രിക്ക് വലിയ സ്വീകാര്യത കിട്ടുന്നുണ്ട്. പിന്നെ ശ്രീ അനിൽകുമാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു വെപ്രാളമാണ് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളുടെ കാര്യത്തിൽ. കാരണം ബംഗാളിലും ത്രിപുരയിലും ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ മാറ്റം, ആ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ കാലഘട്ടത്തിൽ ഇടതുപക്ഷത്തുണ്ടായിരുന്ന നേതാക്കന്മാർ, ഇടതുപക്ഷത്തിൻ്റെ അണികളായിട്ടുള്ള ആളുകൾ, അവരെല്ലാം അടപടലം BJP ആയി മാറിയ കാഴ്ച കണ്ടിട്ടുള്ള അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു വലിയ വെപ്രാളമാണ്. ശ്രീ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു, അദ്ദേഹം അവിടെ പോയി എന്ന് പറയുമ്പോൾ അനിൽകുമാറിൻ്റെ എല്ലാം ഉള്ളിലൊരു ആന്തലാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇനി BJPക്ക് ഒരു ശക്തി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായാൽ ഇടതുപക്ഷത്തിന്റെ അണികളും ഇടതുപക്ഷത്തിന്റെ പല നേതാക്കന്മാരും എവിടേക്ക് പോകും? ത്രിപുര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, പശ്ചിമ ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? അവരേത് പാളയത്തിലാണ് നിൽക്കുന്നത്? ഏത് പാർട്ടിയിലേക്കാണ് പോയിട്ടുള്ളത്? പാർട്ടി ഓഫീസുകൾ എവിടെയാണ് ഉള്ളത്? ആ പാർട്ടി ഓഫീസുകളെല്ലാം എന്തായിട്ടാണ് മാറിയിട്ടുള്ളത്? അപ്പൊ പ്രേമചന്ദ്രൻ വരുന്നു അല്ലെങ്കിൽ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിക്കൊപ്പം ഭക്ഷണം കഴിച്ചു എന്നുള്ളതല്ല ശ്രീ അനിൽകുമാറിനെ പോലുള്ളവരുടെ വേവലാതി. അവർ മുന്നിൽ കാണുന്നത് വരാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റത്തിൽ ബംഗാളിനും ത്രിപുരക്കും സംഭവിച്ചത് കേരളത്തിന് സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായും അടിപതറാൻ പോകുന്നത് ഇടതുപക്ഷത്തിനും CPM അടക്കമുള്ള പാർട്ടികൾക്കുമാണ്. നിരവധി അണികൾ, ഉദാഹരണത്തിന് കൊല്ലത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇടതുപക്ഷത്ത് നിന്ന് ശ്രീ പ്രേമചന്ദ്രൻ വലതുപക്ഷത്തേക്ക് പോയപ്പോൾ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ മാറ്റമോ അല്ല CPMനെ വേവലാതിപ്പെടുത്തുന്നത്. ആലപ്പുഴയിലും കൊല്ലവും അടക്കമുള്ള ജില്ലകളിൽ അവിടെയെല്ലാം ചില തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കേരളത്തിൽ ഉയർന്നു വന്നിട്ടുള്ള തെക്കൻ ജില്ലകളിലെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിൽ CPMന് വലിയ വേവലാതിയുണ്ട്. കാരണം നിരവധി അണികളായിട്ടുള്ള ആളുകൾ, അവരുടെ ആളുകൾ ആലപ്പുഴ ജില്ലയിലാണെങ്കിലും കൊല്ലം ജില്ലയിലാണെങ്കിലും അവരെല്ലാം പാർട്ടി വിടുകയോ അതിനാലോചിക്കുകയോ അതല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കോ CPMനോ വലിയ വെല്ലുവിളി ഉയർത്തുന്ന രീതിയിലേക്ക് മാറിയിരിക്കാൻ. അപ്പൊ ഇത് തിരിച്ചറിയുന്നു CPM എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും പ്രേമചന്ദ്രനെ എതിർത്തുകൊണ്ട് തങ്ങളുടെ അണികൾക്ക് വലിയ BJP വിരോധം ഉണ്ടാക്കണം എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ അനിൽകുമാറിന്റെ ഈ തരത്തിലുള്ള പ്രഭാഷണങ്ങൾ കാണാൻ വേണ്ടി കഴിയൂ. ഗൗരവം ഇല്ല എന്നാണ് ക്ഷമ മുഹമ്മദ്. അതായത് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് വിളിച്ചു ചേർക്കുന്ന സൗഹൃദ സ്വഭാവമുള്ള ഇത്തരം ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏത് പരിപാടിയിലും ഏത് പാർട്ടിക്കാർക്കും ഏത് MP മാർക്കും ഏത് മുതിർന്ന നേതാവിനും പോകാം, ഇനിയും പോകാം എന്നതാണോ കോൺഗ്രസിന്റെ നിലപാട്? നമ്മളെ നിലപാട് അങ്ങനെയല്ല. ഞങ്ങൾ പറഞ്ഞു ഈ കാര്യത്തിൽ NK പ്രേമചന്ദ്രൻ അവര് ചോദിച്ചു, അദ്ദേഹം അവിടെ പോയിരിക്കുക, അതിനെന്താ? അപ്പൊ പാർലമെന്റ് അകത്താ ഇനിയും ഞാൻ നിങ്ങളോട് റീഇറ്ററേറ്റ് ചെയ്യാം, ഇതിന്റെ ഒരു ആവശ്യമില്ല ചർച്ചയിൽ. അദ്ദേഹം വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ വേറെ കാര്യം, വീട്ടിലല്ല പോയത്, പാർലമെന്റിൽ മോദി വന്നതാ. അവിടെ മറ്റേ പാർലമെന്റേറിയൻസിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒക്കെ ഒറ്റക്കുള്ള ഒരു ലഞ്ചും കൂടിയല്ല, അദ്ദേഹം മറ്റേ പാർലമെന്റേറിയൻസിൽ ഇരിക്കുന്നത്. എനിക്ക് CPMനോട് പറയേണ്ട കാര്യം, 1977 കോൺഗ്രസ് പാർട്ടി ഞങ്ങളെ ചരിത്രത്തിൽ ഇതുവരെ BJPയുടെ ഒക്കെ ഉണ്ടായിട്ടില്ല. 1977 ജനതാ പാർട്ടിയുടെ ഒക്കെ ആരെണ്ണായിരുന്നു ഉണ്ടായതെന്ന്? CPM. 1989 അന്ന് ജ്യോതി ബാസു ആയിരുന്നു മുഖ്യമന്ത്രി അവിടുത്തെ പശ്ചിമ ബംഗാൾ. ആരായിരുന്നു ജനതാ ദളിന്റെ ഒക്കെ അന്നുണ്ടായത്? VP സിംഗിന്റെ ഒക്കെ, അതും BJPയിൽ ഉണ്ടായിരുന്നു ആ ജനതാദൾ. ആ ജനതാദളിന്റെ ഒക്കെ ഉണ്ടായിരുന്നു CPM. അപ്പൊ നിങ്ങൾ എങ്ങനെയാ പറയാം? നിങ്ങൾ BJPയുടെ ഒക്കെ ഉണ്ടായ ആൾക്കാരല്ലയോ?
എന്നിട്ട് ഞങ്ങളോട് എന്ന് ചോദിക്കുന്ന ചോദ്യം, എന്ത് അർഹതയാണ് നിങ്ങൾക്കുള്ളത്? ഞങ്ങൾ എപ്പോഴാണ് BJP-ന്റെ ഒക്കെ ഇതുവരെ ഒരു മുന്നണിയായിട്ട് നിന്നത്? നിങ്ങൾ പറയൂ. ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് എന്ത് അർഹത എന്ന് ചോദിക്കാൻ എനിക്ക് ചോദിക്കണം. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യം നിങ്ങൾ ജനതാദൾ, ഒന്ന് ജനതാദൾ, ആദ്യം ജനതാ പാർട്ടി, പിന്നെ ജനതാദൾ. അപ്പൊ എന്ത് അർഹതയാണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്? അപ്പൊ CPM BJP-യുടെ കൂടെ കൂടിയിട്ടുണ്ട് എന്ന കാര്യം പറയാണ്. ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം ചോദിക്കട്ടെ ക്ഷമ, ഈ നരേന്ദ്രമോദി ഈ ക്യാൻറ്റീനിലേക്ക് ഭക്ഷണം കഴിക്കാൻ ആളുകളെ വിളിച്ചു. പ്രധാനമന്ത്രി വിളിക്കാണ്, നമ്മൾ കൂട്ടുകാരെല്ലാം കൂടി ക്യാൻറ്റീനിൽ പോലല്ലോ. അപ്പൊ പ്രധാനമന്ത്രി ആ വിളിച്ചതിലുള്ള ആളുകളെ ഏത് കക്ഷികളാണ്, ഏത് പാർട്ടിയാണ് എന്ന് നിങ്ങൾ നോക്കിക്കാണും. പ്രധാനമന്ത്രിയുടെ ക്രൈറ്റീരിയ എന്തായിരിക്കും നിങ്ങളൊന്ന് അസസ് ചെയ്തിട്ടുണ്ടോ? അല്ല, ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കും. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന്റെ മറുപടി പറയട്ടെ അദ്ദേഹം. പറഞ്ഞോട്ടെ, ഞാൻ അദ്ദേഹത്തിന് അവസരം വരും. അടുത്തത് CPM-ന്റെ അവസരത്തിൽ അദ്ദേഹം പറയട്ടെ. അടുത്ത CPM-ന്റെ അവസരത്തിൽ അദ്ദേഹം അതിന് മറുപടി പറയട്ടെ. എന്റെ ചോദ്യം ഞാൻ ചോദിച്ചതാണ്. അടുത്ത CPM-ന്റെ അവസരത്തിൽ അദ്ദേഹം മറുപടി പറയട്ടെ. എന്റെ ചോദ്യം, മോദി എന്തുകൊണ്ടാണ് ഒരു കോൺഗ്രസ്സുകാരനെ വിളിക്കാതിരുന്നത്? അതെനിക്കറിയില്ല. നിങ്ങൾ നരേന്ദ്രമോദിയോട് ചോദിക്കണം. ഞാനാണോ നരേന്ദ്രമോദി? നിങ്ങൾക്കൊരു പൊളിറ്റിക്കൽ അസസ്മെന്റ് ഉണ്ടാവില്ലേ? മോദി ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് അഭിപ്രായം പറയുന്നവരല്ലേ നിങ്ങൾ? മോദിയുടെ നയങ്ങളെ വിമർശിക്കുന്ന, അസസ് ചെയ്യുന്ന, അഭിപ്രായം പറയുന്നവരല്ലേ നിങ്ങൾ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ മോദിയുടെ ഒരു ക്രൈറ്റീരിയ എന്താണ്? എന്തുകൊണ്ടായിരിക്കും മോദി ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ എടുത്തത് എന്ന് നിങ്ങളുടെ ഒരു അസസ്മെന്റ് എന്താണ്? അല്ല, ഞാൻ ഇതുവരെ ഞാനത് വിശ്വസിക്കാം. മോദി ആര്യ ഭക്ഷണത്തിന് വിളിക്കുന്നത്, മോദി ആര്യ ഭക്ഷണത്തിന് വിളിക്കുക. അതാ ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരു പത്രക്കാരനല്ല, നിങ്ങളെ സ്റ്റാൻഡേർഡ് വളരെ താഴത്താ, നീച്ചെ. ഞങ്ങൾ പറയും ഹിന്ദിയിൽ ബോത്ത് നീച്ചേ ഹെ, താഴത്താണ് നിങ്ങളെ സ്റ്റാൻഡേർഡ്. എന്തുകൊണ്ടാന്ന് പറയാം, നിങ്ങൾ എന്നോട് ചോദിക്കാം മോദി ആര്യ ഭക്ഷണത്തിൽ വിളിച്ചത് അത് എനിക്കത് വട്ടോ. ഞാൻ മോദിയുടെ പദ്ധതികൾ അതിന്റെ മേലെ ഞാൻ ക്ഷമ, നിങ്ങളൊരു പൊളിറ്റീഷ്യൻ അല്ലേ? നരേന്ദ്രമോദി ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് രാഷ്ട്രീയമായ അഭിപ്രായം പറയാലോ. നരേന്ദ്രമോദിയുടെ സർക്കാരിന്റെ പോളിസീസിനെ, നരേന്ദ്രമോദിയുടെ ചെയ്തികളെ കുറിച്ചൊക്കെ നിങ്ങൾ അഭിപ്രായം പറയുന്നവരല്ലേ? ഇത് പറ, മോദി എന്തിനായിരിക്കും ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ അവലംബിച്ചത്? എന്തിനായിരിക്കും എന്ന് മനസ്സിലാക്കാനുള്ള പൊളിറ്റിക്കൽ നോളജ് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിനുള്ള പൊളിറ്റിക്കൽ നോളജ് ഇല്ല എന്ന് പറഞ്ഞേക്ക്. ഞാൻ പിന്നെ ചോദിക്കില്ല. അല്ല, പൊളിറ്റിക്കൽ നോളജ് അല്ല. നിങ്ങൾ CPM-ന്റെ ഒരു പ്രതിനിധിയ നിങ്ങൾ ഒരു പത്രക്കാരനല്ല. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ മോദി, ഞാൻ കേട്ടു, ഞാൻ പത്രക്കാരനല്ല, ഞാൻ CPM പൊളിറ്റീഷ്യനാണ്, ഞാൻ അവരുടെ ഫണ്ട് വാങ്ങിച്ചിട്ടുണ്ട്, ഇത് പറഞ്ഞല്ലോ. ഇത് നിങ്ങൾക്ക് പറയാനുള്ള കാര്യം പറഞ്ഞു, ഞാനത് കേട്ടു. ഇനി ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയൂ. നിങ്ങളുടെ എല്ലാ അലിഗേഷനോട് വെച്ചോണ്ട് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയൂ. മോദിയുടെ ആക്ടിവിറ്റീസിനെ പൊളിറ്റിക്കലി അസസ് ചെയ്യാനുള്ള ശേഷി നിങ്ങൾ കൊണ്ടോ ഇല്ലയോ? എനിക്ക് നിങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ട, ബിക്കോസ് നിങ്ങൾ ആക്രമണം ചെയ്യുന്നത്, നിങ്ങളൊരു പത്രക്കാരനെ പോലെ അല്ല ഇന്ന് എന്നോട് ചോദിക്കുന്നത്. ഒരു പത്രക്കാരന് ഒരു ഇത് വേണം, ഒരു ക്ഷമ വേണം. അതുപോലെയല്ല നിങ്ങൾ സംസാരിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ സംസാരിക്കുമ്പോൾ വേറെ രീതിയില്ല. നിങ്ങൾ ആക്രമിക്കുക തന്നെ ഞാൻ ഇനിയും പറയുന്നുണ്ട്. ഞാൻ പറയുന്നത്, എന്റെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം കേട്ടോ. എന്റെ ചോദ്യത്തിന് നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നതാണ്. എന്റെ ചോദ്യം ഇതാണ്. എന്റെ ചോദ്യം, മോദി എന്തുകൊണ്ട് ഒരു കോൺഗ്രസ്സുകാരനെ വിളിച്ചിട്ടുണ്ടാവില്ല എന്ന കാര്യം നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? നിങ്ങൾ രാഷ്ട്രീയക്കാരല്ലേ? അപ്പൊ മോദി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ അഡോപ്റ്റ് ചെയ്തത്? അത് നിങ്ങൾ ചിന്തിക്കണ്ടേ? നിങ്ങൾ പൊളിറ്റീഷ്യന്മാരല്ലേ? അത് നിങ്ങൾക്ക് മോദിയുടെ ബാക്കി എല്ലാ കാര്യം നിങ്ങൾ അസസ് ചെയ്യാറുണ്ടല്ലോ. ഇതെന്താ നിങ്ങൾ അസസ് ചെയ്യാത്തത്? എന്തുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ വിളിച്ചില്ല? എന്തുകൊണ്ട് CPM ഒരാളെ വിളിച്ചില്ല? എന്തുകൊണ്ട് RJD-യിൽ നിന്ന് വിളിച്ചില്ല? നമ്മുടെ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് ഒരാളെ വിളിച്ചില്ലല്ലോ. പകരം അവിടുന്ന് ഒരാളെ വിളിച്ചു. അപ്പുറത്ത് ബാക്കിയെല്ലാം അപ്പുറത്തെ ആൾക്കാർ. അതെന്തുകൊണ്ടായിരിക്കും മോദി അങ്ങനെ ചെയ്തത് എന്ന് വിലയിരുത്തുക എന്നതാണ് പൊളിറ്റിക്സ്. നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. നിങ്ങൾ വളരെ നിങ്ങൾ ഇന്നസെൻ്റ് ആയിട്ട് കാണുകയാണ്. മോദി സാർ വിളിച്ചല്ലോ, നമ്മൾ പോവണ്ടേ, നമ്മൾ സഹോദരങ്ങളല്ലേ? ഇതാണ് നിങ്ങളുടെ പൊളിറ്റിക്കൽ നോളജെങ്കിൽ ഓക്കെ, ഞാൻ ഇനി ഒരു ചോദ്യം ചോദിക്കില്ല. സംസാരിക്കാൻ പറ്റുമോ ഇല്ലേ? ബിക്കോസ് ഇവിടെ നിങ്ങൾ ഒരു മോണോലോഗാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഒരു ആങ്കറെ കാണുന്ന മോണോലോഗ്. നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ ഇത് കഴിഞ്ഞാലൊന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു. ഇതിനൊന്ന് മറുപടി പറയാൻ ട്രൈ ചെയ്യൂ മാം പ്ലീസ്. അപ്പൊ ഞാൻ ഇതിന് മറുപടി എന്താന്ന് പറഞ്ഞാൽ, മോദി ആര്യ ഭക്ഷണത്തിന് വിളിക്കുന്നതോ വിളിക്കാത്തത് ഇറ്റ്സ് നോട്ട് മൈ പ്രോബ്ലം. അത് ഞങ്ങൾ അതിന്റെ മേലെ ചർച്ച ചെയ്യില്ല. പ്ലസ് ഇതിന് ഒരു വിഷയമില്ല, നിങ്ങളൊരു വിഷയം ആക്കുന്നതാണ്. നിങ്ങൾ ഇന്നിവിടെ CPM-ന്റെ പ്രതിനിധിയായിട്ടാണ് വന്നത്. നിങ്ങളൊരു ആങ്കർ അല്ല. ഐ എം ടെലിംഗ് യു അഗൈൻ ഓൺ യുവർ ഫേസ്, യു ആർ നോട്ട് എ ആങ്കർ, നീദർ ആർ യു എ ജേർണലിസ്റ്റ്. ഇതില് ഞാൻ ഒരു തെറ്റും കാണുന്നില്ല. മോദി ആര്യ വിളിക്കുന്ന രാവിലെ, മോദി ആര്യ, ഞങ്ങൾ മോദിയുടെ പദ്ധതികളുടെ മേലെ ഞങ്ങൾ എന്തായാലും വിമർശിക്കും. മോദി എന്താ ചെയ്യുന്നത്, എന്താ നാളൊരു പദ്ധതി കൊണ്ടുവരുന്നത്, അത് എന്തുകൊണ്ടാ 2 കോടി തൊഴിൽ കൊടുത്തില്ല, നമ്മൾ അത് ചോദിക്കും. എന്തായാലും ഇപ്പൊ ഒരു വൈറ്റ് പേപ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിന് നമ്മൾ തിരിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ, 10 साल का
10 കൊല്ലത്തിന്റെ നമ്മളെ ബ്ലാക്ക് പേപ്പർ ഞങ്ങൾ അവർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിൽ എത്ര തൊഴിൽ എത്രയാ കൊടുത്തത്, എന്താ ഫിസിക്കൽ ഡെഫിസിറ്റ്, അതാണ് നമ്മൾ സംസാരിക്കേണ്ടത്. എന്തിനാ മോദി ആരെയാ വിളിച്ചത്, രാവിലെ ആരെയാ വിളിച്ചത്, പകൽ ആരെയാ വിളിച്ചത്, രാത്രി ആരെയാ വിളിച്ചത്, അത് ഇറ്റ്സ് നോട്ട് മൈ പ്രോബ്ലം. അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ വിഷയമാണ്. എനിക്കെതിരെ ഒരു അല്ല, നിങ്ങൾ ഇവിടെ ആക്കുന്ന പറഞ്ഞ പ്രേമേന്ദ്രൻ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇതുവരെ നിങ്ങൾ ഒന്നും പറഞ്ഞില്ല, വിമർശിച്ചും കൂടിയില്ല. അത് CPM എത്ര പ്രാവശ്യമാണ് മോദിയുടെ BJPയുടെ ഒക്കെ ഒരു മുന്നണിയായിട്ട് മറ്റേ പാർട്ടീസിനെ തകർത്തുന്ന, അതിൽ ഒരു ചോദ്യം ഒന്നുമില്ല. CPM ചെയ്യാൻ പറ്റും. നിങ്ങൾ ശരിക്കും ഞങ്ങൾക്ക് മെഡലാതെ ഞങ്ങൾ ഇതുവരെ എന്റെ നേതാവ് രാഹുൽ ഗാന്ധി രാവും പകലും രാത്രിയും RSSന് എതിരായിട്ടാണ് സംസാരിക്കുക. അത് നിങ്ങൾക്കറിയാം. ഒരേ ഒരു നേതാവ് 20 കൊല്ലം മുമ്പ് ഒരേ ഒരു നേതാവ്, ബാക്കി ആ പാർട്ടിയിൽ തന്നെ ബാക്കിയുള്ളവരൊക്കെ എവിടെയെന്നുള്ള ചോദ്യമുണ്ട്. ശരിയാണ്, CPM-ലെ നിങ്ങൾക്ക് വിമർശിക്കാൻ ഇങ്ങനെ ചില കാര്യങ്ങൾ എടുത്ത് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, അടപടലം BJP-യിലേക്ക് പോയിട്ടുള്ള ആൾക്കാരുടെ കണക്കെടുത്താൽ ക്ഷമയ്ക്ക് എന്തുമാത്രം സമയം ഇവിടെ നിന്ന് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ട്? ഞാൻ പറയാം. പശ്ചിമ ബംഗാൾ നിങ്ങൾ പോയിട്ട് നോക്കിയോ, ആ BJP-യിലുള്ള ആൾക്കാരിൽ 80% CPM ആണ്. ത്രിപുരയില് ഏറ്റവും വലിയ പാർട്ടിയായിരുന്നു BJP. ത്രിപുരയിൽ 80% CPM BJP-യിലേക്ക് പോയി. ഞാൻ പറയുന്നത്, അപ്പൊ നിങ്ങൾ പറയും മറുപടി. നിങ്ങൾ BJP-യുടെ പ്രതിനിധിയല്ല, അദ്ദേഹം അനിൽകുമാറാണ്. മറ്റേത് അവര് സംസാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാം. CPM-ന്റെ വിമർശനം, CPM വിമർശനത്തിന് CPM മറുപടി പറയട്ടെ. ശരി, അനിൽകുമാർ മറുപടി പറയട്ടെ. ഒരു സെക്കൻഡ്, ഒറ്റ കാര്യം. കമൽനാഥ് പോകുമോ മാം? ഒറ്റ സെക്കൻഡ്, കമൽനാഥ് പോകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി ഒറ്റ സെക്കൻഡ് അനിൽകുമാർ, ഷമാ മുഹമ്മദിനോട് ഒരു കാര്യം കൂടി ക്ലാരിറ്റി എടുത്തിട്ട്, കമൽനാഥ് പോകുന്നു ഇംഗ്ലീഷ് ചാനലെല്ലാം വാർത്ത കാണാം, അദ്ദേഹം പോകുന്നുണ്ടോ? ഞാൻ ഇതുവരെ വാർത്താണ്. ഞാനൊരു ഗോസിപ്പ് കോളംനിസ്റ്റിന്റെ ഒക്കെ അല്ല സംസാരിക്കുന്നത്. ഞാനൊരു മീഡിയ മണ്ഡല പത്രക്കാരനോടാണ് സംസാരിക്കുന്നത്. ഐ ഡു നോട്ട് ബിലീവ് ഇൻ ഹിയർസേ എന്ന് പറഞ്ഞാൽ വസ്തുതകളില്ലാത്ത കാര്യം. നിങ്ങൾ കമൽനാഥ് പോവോ, ഇതെന്ത് ഗോസിപ്പ് കോളമിസ്റ്റോ? നിങ്ങൾ ഗോസിപ്പ് കോളമിസ്റ്റോ അല്ലെങ്കിൽ പത്രക്കാരനോ? ഇന്ന് എനിക്ക് അറിയണത്, ഐ തിങ്ക് യു ആർ എ ഗോസിപ്പ് കോളമിസ്റ്റ്. എന്താ കമൽനാഥ് പോകുവോ? നിങ്ങൾ കണ്ടിട്ടുണ്ട്, എന്നോട് ചോദിക്കാം. കമൽനാഥ് പോയി കഴിഞ്ഞിട്ട് എന്നോട് വന്ന് ചോദിക്കാം. ഇങ്ങനെ കേട്ട ഗോസിപ്പിന്റെ എല്ലാ ഒടുക്കം നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ മുഴുവൻ അപ്പുറത്ത് പോയതാണ് ചരിത്രം. അല്ലാതെ എല്ലാം ഗോസിപ്പായി ഒടുങ്ങിയതല്ല ചരിത്രം. എല്ലാം ഗോസിപ്പായി അവസാനിച്ചതല്ല. എല്ലാ ഗോസിപ്പിന്റെയും അവസാനം നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ അപ്പുറത്ത് പോയ ചരിത്രം. നിങ്ങൾ സംസ്ഥാനങ്ങളുടെ കഥ പറയുമ്പോൾ ഉത്തർപ്രദേശിനെ കുറിച്ചും അവിടുത്തെ PCC അധ്യക്ഷയായിരുന്ന നേതാവിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ത്രിപുരയില് ജനതാദളിന്റെ ഒക്കെ അവര് BJP-ന്റെ ഒക്കെ ഒരു മുന്നണി, ജനതാ പാർട്ടിയിൽ അവര് മുന്നണി അല്ല. അതിന്റെ എല്ലാം മറുപടി പറയട്ടെ, നമുക്കറിയാലോ. അനിൽകുമാറിന്റെ മറുപടി എന്താണ്? ഒന്ന്, ത്രിപുരയിലെ ആദ്യം പ്രതിപക്ഷത്തുണ്ടായിരുന്ന കോൺഗ്രസ്സുകാർ മുഴുവൻ തൃണമൂൽ കോൺഗ്രസ്സായി, ആ തൃണമൂൽ മുഴുവൻ BJP ആയി. അവരാണ് പിന്നീട് അധികാരം പിടിച്ചത്. അങ്ങനെ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ത്രിപുരയിൽ CPM-നെ മാറ്റിയിട്ട് LDF BJP-യുടെ മുഖ്യമന്ത്രിയായത് കോൺഗ്രസ്സുകാരനാണ്. ഇപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ, നമ്മുടെ രാഹുൽ ഗാന്ധി ചെന്നപ്പം ചെവിയുടെ കുറ്റിക്ക് അടിച്ചാണല്ലോ വിട്ടത് ജോഡോ യാത്രക്ക്. ഇവിടെ ആസാമില് ജോഡോ യാത്ര ആക്രമിച്ച ഹിമന്ത ബിശ്വ ശർമ്മ BJP-യുടെ പഴയ കോൺഗ്രസ്സുകാരനാ. ഹിമന്ത ബിശ്വ ശർമ്മ പഴയ കോൺഗ്രസ്സുകാരനാ. ഞാൻ പറയുന്നത് കേൾക്കൂ, പഴയ കോൺഗ്രസ്സുകാരനാ, CPM അല്ല. ഇത് കേൾക്കൂ, ഞാനും കൊണ്ട് പറയട്ടെ. മൂന്നാമത്തെ കാര്യം കൊണ്ട് പറയാം. ഈ ബാബറി മസ്ജിദ് പൊളിക്കാൻ വേണ്ടി അദ്വാനി രഥയാത്രയായിട്ട് നടത്തിയപ്പോ ആ രഥയാത്രയെ തടഞ്ഞു ലല്ലു പ്രസാദ് യാദവ്. അപ്പോഴാണ് അപ്പോഴാണ് ഒരു അവിശ്വാസ പ്രമേയം BJP ഇന്ത്യൻ പാർലമെന്റിൽ കൊണ്ടുവന്നു. അങ്ങനെ VP സിംഗിനെ പുറത്താക്കാൻ BJP കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിന് കോൺഗ്രസ് വോട്ട് ചെയ്തോ? ഞാൻ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധിയോട് ചോദിക്കുക, കോൺഗ്രസ് വോട്ട് ചെയ്തോ? അങ്ങനെ VP സിംഗിനെ പുറത്താക്കിയതിൽ കോൺഗ്രസിന്റെ വോട്ടുണ്ടോ BJP-യുടെ കൂടെ നിന്ന്? ഏത് ബാബറി മസ്ജിദ് വിഷയത്തിനകത്ത് അദ്വാനി അറസ്റ്റ് ചെയ്തു, ഭാരതരത്നം കൊടുത്തല്ലോ അദ്വാനിക്ക്. ഞാൻ പറയട്ടെ സാർ, മാഡം പറയട്ടെ, ഞാൻ പറയട്ടെ മാഡം, നിങ്ങൾ കേൾക്കൂ മാഡം, നിങ്ങൾ ദയവായി കേൾക്കൂ. നിങ്ങൾ പറഞ്ഞതിന്റെ ബാക്കി പറയട്ടെ മാഡം, നിങ്ങൾ പറഞ്ഞതിന്റെ ബാക്കിയാണ് പറയേണ്ടത്. അദ്വാനിയെ ലല്ലു പ്രസാദ് യാദവ് അറസ്റ്റ് ചെയ്യുന്നതിനെ തുടർന്ന് VP സിംഗിനെ പുറത്താക്കാൻ ഒരു അവിശ്വാസ പ്രമേയം BJP കൊണ്ടുവന്നു. ആ പ്രമേയത്തിൽ അനുകൂലമായി രാജീവ് ഗാന്ധിയുടെ കോൺഗ്രസ് വോട്ട് ചെയ്തു. അങ്ങനെയാണ് VP സിംഗ് പുറത്തായത്. അങ്ങനെയാണ് ബാബറി മസ്ജിദ് പൊളിക്കാൻ BJP-ക്കാർക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുത്തത്. ഇത് ചരിത്രം.
ഞാൻ പറയട്ടെ. നിങ്ങൾ വന്ന് കള്ളം പറയരുത്. സപ്പോർട്ട് നിങ്ങൾ പുൾ ചെയ്തു അവിടുന്ന്. ഞാൻ പറയട്ടെ മാഡം, വെറുതെ നിങ്ങള് നിങ്ങൾ പറയണ്ട വെറുതെ നമ്മളോട്. ഞാൻ ചോദിക്കുന്നു, നിങ്ങളൊരു ദയവായി മാഡം ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ശ്രദ്ധേയനായി കടന്നു വരുന്ന വഴി ഏതാണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന് ഭാരതരത്ന കൊടുക്കുമോ, എന്താണ് കോൺഗ്രസ് എടുക്കുന്ന പൊസിഷൻ നമുക്കറിയാം. എന്റെ സമയം ഒന്ന് കഴിഞ്ഞു പോയതുകൊണ്ട് ഞാൻ നടപടിയാണ്. ഞാൻ കുറച്ച് എക്സിലാണ്, ഇനി അവസാനിപ്പിക്കാൻ നിർബന്ധനാകുന്നു. ശ്രീ കൃഷ്ണദാസ്, എനിക്ക് ഒരിക്കൽ കൂടി താങ്കളിലേക്ക് വരാൻ കഴിഞ്ഞില്ല. ദയവായി താങ്കൾ മനസ്സിലാക്കുമല്ലോ, ക്ഷമിക്കുമല്ലോ. അടുത്ത അവസരത്തിൽ ദിവസം എന്തായാലും നമുക്ക് ഉറപ്പായും സംസാരിക്കാം. എനിവേ താങ്ക് യു ശ്രീ ഷമ മുഹമ്മദ്, ഒപ്പം തന്നെ അനിൽകുമാർ, ശ്രീ കൃഷ്ണദാസ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഞാൻ ഒരിക്കൽ കൂടി കൃഷ്ണദാസ്, ഐ എം സോറി.